ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഒരു കിടിലൻ കൊറിയൻ മൂവിയുടെ കഥ കേട്ടാലും നമുക്കിന്ന് 5 കൊടും കള്ളന്മാര്, കൊലപാതകം, മോഷണം, ഇതൊക്കെയാണ് ഇവരുടെ സ്ഥിരം പരിപാടി. അങ്ങനെ അവർ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോവാണ്, കാശ് ചോദിക്കാൻ വേണ്ടി തന്നെ. എന്നാൽ ആ ഒരു പ്ലാൻ അങ്ങ് പാളിപ്പോയി. ഇതിനുശേഷം ആ ഒരു കുട്ടിയെ കൊടുക്കാൻ നിന്നില്ല. ആ കുട്ടി പിന്നീട് വളർന്നത് ഇവരുടെ കൂടെയാണ്. ഈ 5 കള്ളന്മാരെ കുറിച്ച് പറയുകയാണെങ്കിൽ 5 പേർക്കും പല കഴിവുകളാണ്. ഒരുത്തൻ ലീഡർ, ഒരുത്തൻ നന്നായിട്ട് ഗണ്ണ് ഉപയോഗിക്കും, ഒരുത്തൻ നന്നായിട്ട് ഫൈറ്റ് ചെയ്യും, ഒരുത്തൻ നന്നായിട്ട് ഡ്രൈവ് ചെയ്യും, മറ്റൊരാൾക്കാണെങ്കിൽ പ്ലാൻ വ്യക്തമായിട്ട് രൂപീകരിക്കാൻ കഴിയും. അങ്ങനെ തന്റേതായ മേഖലയിൽ നല്ല കഴിവുള്ള ആ 5 ആൾക്കാരും അവരുടെ കഴിവ് മുഴുവൻ ഈ ഒരു കുട്ടിക്കായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ കുറച്ച് വർഷങ്ങൾ കടന്നുപോയി. ഈ കുട്ടി വളർന്നു വലുതാവുകയാണ്. സാധാരണ കുട്ടികളെ പോലെ സ്കൂളിൽ പോകാൻ മാത്രമായിരുന്നു ഇവന്റെ താല്പര്യം. എന്നാൽ അവന്റെ അച്ഛന്മാർ അവൻ ആദ്യമായിട്ട് ഒരു ക്രൈം സീനിലേക്ക് കൊണ്ടുപോവാണ്. അവിടെ വെച്ചാണ് കഥയുടെ ലെവല് മാറുന്നത്. ആ കുട്ടിയുടെ ജീവിതവും ഈ 5 കള്ളന്മാരുടെ ജീവിതവും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വഴിത്തിരിവിലേക്ക് പോവാണ്. സോ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് 2013 പുറത്തിറങ്ങിയ ആക്ഷൻ ത്രില്ലർ ട്വിസ്റ്റഡ് മൂവി ആയിട്ടുള്ള ഹ്വായ് എ മോൺസ്റ്റർ ബോയ് എന്ന കൊറിയൻ മൂവിയുടെ കഥയാണ്. അപ്പൊ പോവുകയല്ലേ ഈ കിടിലൻ കഥയിലേക്ക്. സിനിമയുടെ ആരംഭത്തിൽ തന്നെ ഒരു ട്രെയിൻ അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ആ ട്രെയിനിന്റെ ഒരു ഭാഗത്തേക്ക് ഒരാൾ വന്നിട്ട് ഒരു ബാഗ് എടുക്കുകയാണ്. ഇയാളെ കണ്ടാൽ ഒരു സാധുവിനെ പോലെ തോന്നില്ലേ? എന്നാൽ ഇയാളുടെ ചുറ്റും സാധാരണക്കാരുടെ വേഷത്തിൽ ഒരുപാട് പോലീസുകാരുണ്ട്. ഇതേ സമയത്ത് ഈ പോലീസുകാരുടെ കൂട്ടത്തിൽ നിന്നും ഒരു ചാരൻ മറ്റൊരാളെ വിളിച്ചിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. നിങ്ങളുടെ പ്ലാൻ മുഴുവനായിട്ടും പാളിയിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള കാര്യം നോക്കിയോ. ആ സംസാരിച്ചത് ഒരു വാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. അയാളെ നമുക്ക് തൽക്കാലം ബോസ് എന്ന് വിളിക്കാം. ബോസിന്റെ കൂടെ തന്നെ ഈ വാനിൽ വേറെയും 2 ആൾക്കാരുണ്ട്. അതുപോലെ ഈ വാനിൽ വലിയൊരു പെട്ടിയുണ്ട്. ഈ ബോസ് വേഗം തന്നെ പിന്നീട് ട്രെയിനിലുണ്ടായിരുന്ന ഇയാളുടെ കൂട്ടാളി വിളിച്ചിട്ട് പറയാണ്, പണി പാളിയിട്ടുണ്ട്, എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കിക്കോ. എന്തായാലും ആ ഒരു കള്ളനും പെട്ടെന്ന് അലേർട്ട് ആവുകയാണ്. ആ ഒരു ബാഗ് കൈ പിടിച്ചു അടുത്ത സ്റ്റേഷനിൽ എത്തിയ വേഗം തന്നെ ഇറങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും പോലീസുകാർ മുഴുവനായിട്ടും ഇവനെ വളയാണ്. വേഗം തന്നെ ഈ ഒരു കള്ളൻ കത്തിയെടുക്കുകയാണ്. അവിടെ ഒരു സാധാരണക്കാരനുണ്ടായിരുന്നു, ഇയാളുടെ കഴുത്തിൽ വെക്കുകയാണ്. അനങ്ങിയാൽ ഇവന്റെ കഴുത്ത് അറുത്ത് കളയുന്ന അറിയണം. പോലീസുകാർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അടുത്ത സ്റ്റേഷൻ വന്നു, അതിന്റെ ആ ഒരു ഡോറ് തുറക്കുകയാണ്. ഇവൻ ആ ഒരു സ്റ്റേഷനിൽ ഇറങ്ങി. എന്നാൽ പോലീസുകാരോട് അനങ്ങരുത് എന്ന് പറഞ്ഞു. ഇപ്പൊ പയ്യെ ആ ഒരു ഡോർ ക്ലോസ് ആയി. സ്റ്റേഷനിൽ നിന്നും ആ ഒരു ട്രെയിൻ പോവുകയാണ്. രക്ഷപ്പെട്ടു എന്ന് ഈ ഒരു കള്ളൻ വിചാരിച്ചിരിക്കുന്ന അതേ സമയത്ത് തന്നെ ട്രെയിനിൽ നിന്നും ഒരു പോലീസുകാരെ എങ്ങനെയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മര്യാദക്ക് ആ ഒരു കള്ളനോട് കീഴടങ്ങാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പണി പാളി എന്ന് വിചാരിച്ചിട്ട് ഈ കള്ളനുണ്ടല്ലോ, ആ ആളെ, അതായത് ഒരു സാധാരണക്കാരന്റെ കഴുത്തിൽ കത്തി വെച്ചായിരുന്നല്ലോ, അയാളെ വെറുതെ വിടുകയാണ്. നീ പൊയ്ക്കോന്ന് പറഞ്ഞിട്ട് ഇയാൾ ആകെ പേടിച്ച് പോലീസുകാരന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. സാറേ എനിക്ക് പേടിയാവുന്നു, എന്നെ രക്ഷിക്കണേന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഇയാൾ അടുത്തേക്ക് വന്നതും പോലീസുകാരന്റെ വയറ്റിനിട്ട് ഒരൊറ്റ കുത്തു കൊടുക്കുകയാണ്. ഇയാൾ പെടഞ്ഞുകൊണ്ട് ട്രാക്കിലേക്ക് വീഴുന്നുണ്ട്. അതായത് കഴുത്തിൽ കത്തി വെച്ചില്ല ഒരുതന്റെ. അവനും ഈ കൂട്ടത്തിൽപ്പെട്ട ഒരു കള്ളൻ തന്നെയാണ്. എന്തായാലും ആ ഒരു പോലീസുകാരൻ റെയിൽവേ ട്രാക്കിലേക്ക് വീണില്ലേ, അയാളെ കൊല്ലാനായിട്ട് വീണ്ടും അവരങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ അയാളുടെ മുഖം കണ്ടപ്പോ പാവാണ്, വിട്ടേക്കാം ഇതും പറഞ്ഞ് ഇവർ നേരെ സ്റ്റേഷന് പുറത്തേക്ക് വരികയാണ്. പുറത്ത് തന്നെ ഇവരെ കാത്തുകൊണ്ട് ബോസ് ഉണ്ടായിരുന്നു. ഇവരുടെ ആ ഒരു വാനിൽ കയറി ഇവർ നേരെ ഇവരുടെ ഗോഡൌണിലേക്ക് ചെല്ലുകയാണ്. അവിടെ എത്തിയപ്പോൾ ഇവരുടെ വാനിൽ ഒരു വലിയ ബോക്സ് ഉണ്ടായിരുന്നല്ലോ, ഇതെടുത്ത് ഗോഡൌണിലേക്ക് വെക്കുന്നുണ്ട്. തുറന്നു നോക്കുമ്പോൾ അതിലൊരു കുട്ടിയാണ്. അപ്പൊ ഇവരുടെ പ്ലാനും പദ്ധതി എന്താണെന്ന് മനസ്സിലായില്ലേ. കുട്ടിയെ തട്ടിക്കൊണ്ടുവന്ന് അവന്റെ മാതാപിതാക്കളോട് നല്ലൊരു കാശ് ചോദിച്ചു. എന്നാൽ അതെങ്ങനെയൊക്കെയോ പോലീസുകാർ അറിഞ്ഞ് ഇവരുടെ ആ ഒരു പദ്ധതി പാളുകയും ചെയ്തു. ഈ 5 കള്ളന്മാരുണ്ടല്ലോ, ഇവരെ കൂടാതെ ഈ ഗോഡൌണിൽ വേറൊരു ലേഡി കൂടെ ഉണ്ട്, ജിയോൻ. ഈ 5 പേർക്കുള്ള ഒരു പെണ്ണായിട്ട് തന്നെ. എന്നാൽ ജിയോനാണെങ്കിൽ അവളുടെ താല്പര്യത്തോട് കൂടിയിട്ടല്ല ഈ ഒരു ഗോഡൌണിൽ നിൽക്കുന്നത്. അവളുടെ 2 കാലിലും ചങ്ങലയാണ്. അവൾക്ക് വേഗത്തിലൊന്നും നടക്കാൻ കഴിയില്ല. വേറൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് സഹിച്ച് അവൾ അവിടെ നിൽക്കുകയാണ്. ഈ സംഭവം നടക്കുന്നത് 1998 ഇത് കഴിഞ്ഞ് 14 വർഷമായിട്ടുണ്ട്. ഇപ്പൊ 2012. അന്നുണ്ടായിരുന്ന ആ 5 കള്ളന്മാര് അവർക്ക് ഇപ്പോഴും അതേ തൊഴിൽ തന്നെയാണ്. കൊലയും കൊള്ളയും എല്ലാമായിട്ട് അതേ പരിപാടിയായിട്ട് തന്നെ അവർ മുന്നോട്ടേക്ക് പോവാണ്. ഇപ്പൊ തന്നെ ഒരു വീട് കൊള്ളയടിക്കാനായിട്ട് ഇവർ പോവാണ്. ഒരു 3 പേരെ ഇറങ്ങിയിട്ടുള്ളൂ, 2 പേര് വാനിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഏതൊരു സ്ഥലത്തേക്ക് പോകുമ്പോഴും വ്യക്തമായിട്ടുള്ള നല്ല രീതിയിലുള്ള മാസ്ക് ധരിച്ചുകൊണ്ട് ഇവർ പോവുള്ളൂ. അതുകൊണ്ട് ഇന്നേ വരെ ഇവരുടെ മുഖം CCTVയിലോ ക്യാമറയിലോ ഒന്നും പതിഞ്ഞിട്ടില്ല. പോലീസുകാർക്ക് ഇവരുടെ മുഖം എന്താണെന്ന് അറിയ പോലും ഇല്ല. അതുകൊണ്ട് തന്നെ പോലീസുകാർ ഇവർക്കൊരു ചെല്ലപ്പേരിട്ടിട്ടുണ്ട്, ഡേ ബ്രേക്കേഴ്സ്. ഈ കൂട്ടത്തിൽ 5 പേരുണ്ട് എന്ന് പറഞ്ഞല്ലേ, ഓരോരുത്തരെയായിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇവരുടെ ലീഡർ ആയിട്ടുള്ള ആള്, തൽക്കാലം നമുക്ക് അവനെ ബോസ് എന്ന് വിളിക്കാം. പിന്നെ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിലെ കോമാളി വേണമെങ്കിൽ പറയാം, അങ്ങനെയുള്ള ഒരു ലീ. പിന്നെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഒറ്റ പൊട്ടിക്കുന്ന ഒരു എടുത്തുചാട്ടക്കാരനായിട്ടുള്ള പാർക്കിന് നന്നായിട്ട് ഷൂട്ട് ചെയ്യാൻ അറിയാം, അതായത് ഗൺ ഉപയോഗിക്കാൻ അറിയാം. അതുപോലെ തന്നെ ഇവരുടെ ടീമിലെ അടുത്ത ആള് ഒരു റൈഡറാണ്. നല്ല രീതിയിൽ കാർ ഓടിക്കാനായിട്ട് ഇവന് നല്ല ജ്ഞാനുണ്ട്, അതായത് കൈവഴക്കുണ്ട്. അതുപോലെ തന്നെ 5ാമത്തെ ആള് സ്പൈക്ക്. കണ്ടാൽ ഒരു ജെന്റിൽമാൻ ലുക്കൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവൻ അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം. എന്തായാലും ഇവരിപ്പോ ഒരു വീട്ടിലേക്ക് മോഷ്ടിക്കാൻ വന്നില്ലേ, അവിടുത്തെ ആളാണെങ്കിൽ ഭയങ്കര വർത്താനം, എന്നെ തൊട്ടോക്ക്, അതാക്കും ഇതാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒറ്റയടിക്ക് കൊന്നു കളയണം അയാൾ. ഇങ്ങനത്തെ അവസരത്തിലൊക്കെ ഒന്ന് ഒതുങ്ങി നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതേ സമയത്ത് തന്നെ ഇയാളെ ഒന്ന് മസാജ് ചെയ്യാനായിട്ട് ഒരാളെ ഇങ്ങോട്ടേക്ക് വിളിച്ചിരുത്തിയിട്ടുണ്ടായിരുന്നു. അയാൾ നിലവിൽ ഈ ഒരു വീട്ടിലുണ്ട്. എന്നാൽ അയാൾക്ക് ശരിക്കും അങ്ങനെ കണ്ണ് കാണുന്ന ഒരാളൊന്നും അല്ല തോന്നുന്നു കേട്ടോ. കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കണ്ണൊക്കെയുള്ള ഒരാളാണ്. ഇയാൾക്ക് കണ്ണ് കാണുമോ ഇല്ലയോ എന്ന ആ ഒരു ബോസിന് ഒന്ന് കൺഫേം ആക്കണം. അതുകൊണ്ട് തന്നെ അടുത്തുണ്ടായിരുന്ന ഒരു ശില്പം പോലെയുള്ള എന്തോന്ന് എടുത്തിട്ട് അതിന്റെ അഗ്രം ഭയങ്കര കൂർത്തതാണ്. ഇയാളുടെ കണ്ണിലേക്ക് ഒരേറ്റ കുത്താൻ പോകാണ്. തൊട്ട്
മുന്നിൽ വെച്ച് നിർത്തുന്നുണ്ട്. ഇയാളുടെ കണ്ണാണെങ്കിൽ അനങ്ങുന്നില്ല കേട്ടോ. സോ ഇയാളൊരു അന്ധൻ തന്നെയാണ്. ഇയാളെ ജീവനോട് വിട്ട് വിചാരിച്ചിട്ട് ഒരു കുഴപ്പമില്ല. ഇവർക്കെതിരായിട്ട് സാക്ഷി പറയാനും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു മനുഷ്യനെ കൊല്ലാതെ വിട്ട് ഇവരിവിടുന്ന് പോവാണ്. ആ മനുഷ്യന്റെ ആയുസിന്റെ ഭാഗ്യം എന്ന് മാത്രം പറയാം. എന്തായാലും ഈ ഒരു 5 കള്ളന്മാരും ഇവിടുന്ന് സ്ഥലം വിടുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഒരു ചെറിയ പയ്യനെയാണ്. ചെറിയ പയ്യെന്ന് പറയാൻ പറ്റില്ല, ഒരു 10-18 വയസ്സായിട്ടുണ്ടാവും. ഹുവായി അവന്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. അവന്റെ ക്ലാസ്സിൽ ഒരു പെൺകുട്ടിയുണ്ട്, എമ്മ. അവളുമായിട്ട് നല്ല പ്രണയമാണ്. എന്നാൽ സാധാരണ ചില പയ്യന്മാർക്ക് ഉണ്ടാവുന്ന ആ ഒരു പ്രശ്നം ഉണ്ടല്ലോ, പ്രണയം തുറന്നു പറയാനുള്ള ആ ഒരു പേടി, അത് അവന് നന്നായിട്ടുണ്ട്. ഇതുവരെയായിട്ടും എമ്മയോട് അവന്റെ ആ ഒരു ഇഷ്ടവും കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടില്ല. എന്തായാലും ഒരുമിച്ചാണ് സ്കൂൾ വിട്ട് അവർ വരുന്നത്. രണ്ടുപേരും ഇപ്പൊ 2 വഴിക്ക് പോയി. എന്നാൽ ഒറ്റയ്ക്കായ സമയത്ത് ഹുവായിക്ക് എന്തൊക്കെയോ ഒരു ഭയം. ചെറുപ്പം മുതലേ അവനുള്ളൊരു പ്രശ്നമാണ്. അതായത് അവന്റെ മുന്നിലേക്ക് ഒരു ഭൂതം, ഒരു മോൺസ്റ്റർ അതങ്ങനെ വരുന്നതായിട്ട് അവനിങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കും. ഇതുവരെയായിട്ടും ആ ഒരു പേടിയിൽ നിന്നും അവന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. എന്തായാലും വേഗം അവന്റെ വീട്ടിലേക്ക് അവൻ എത്തുകയാണ്. ഒരു വീടൊന്നുമല്ല, ഗോഡൌൺ ആണ്. ആ ഗോഡൌണിൽ നമ്മൾ നേരത്തെ കണ്ട ആ 5 കള്ളന്മാരും ഉണ്ടായിരുന്നു. ആ 5 കള്ളന്മാരെ ഈ പയ്യൻ വിളിക്കുന്നത് അച്ഛാ അച്ഛ എന്നാണ്. അതുപോലെ തന്നെ അവിടെ ഒരു ലേഡി ഉണ്ടായിരുന്നു പറയില്ലേ, ജിയോന്, അവര് വിളിക്കുന്നത് അമ്മയെന്നാണ്. സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് 14 വർഷങ്ങൾക്ക് മുന്നേ ഇവരൊരു തട്ടിക്കൊണ്ടുപോകൽ ശ്രമം നടത്തിയായിരുന്നല്ലോ. എന്നാൽ അത് വിജയിച്ചില്ല, കാശ് കിട്ടിയതുമില്ല എന്ന് കരുതി ആ ഒരു പയ്യനെ ഇവര് തിരിച്ചു കൊടുത്തിട്ടൊന്നുമില്ലായിരുന്നു കേട്ടോ. ആ പയ്യനെ ഇവരായിട്ട് തന്നെ വളർത്തുകയാണ്. ഈ 5 പേരും അവരുടെ സ്വന്തം മോനെ പോലെ തന്നെ. അതുകൊണ്ട് ഈ പയ്യൻ എല്ലാവരെയും അച്ചാച്ചാന്നാ വിളിക്കാറ്. അതുപോലെ ജിയോന് അവരെ അമ്മയെന്നും വിളിക്കും. എന്നാൽ ഈ പയ്യനെ അറിയില്ല ഇവൻ ഇതുപോലെ ചെറുപ്രായത്തിൽ ഇവരിങ്ങോട്ടേക്ക് തട്ടിക്കൊണ്ടുവന്നതാണെന്ന്. അതുപോലെ ഈ 5 ആൾക്കും ഓരോ ടാലന്റ് ഉണ്ടല്ലോ. ഓരോരുത്തരുടെ ടാലന്റും ഈ ഒരു പയ്യന് നന്നായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് പാർക്ക് അവന് നന്നായിട്ട് ഷൂട്ട് ചെയ്യാറില്ലേ, അത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു റൈഡർ എങ്ങനെ നന്നായിട്ട് കാർ ഓടിക്കാം അത് അവന് പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ സ്പൈക്ക് അവൻ അത്യാവശ്യം ഈ ഇന്റർനെറ്റ്, കമ്പ്യൂട്ടർ അതുമായി ബന്ധപ്പെട്ട നല്ല നോളജ് ഉണ്ടല്ലോ, അത് അവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ബോസ് ഇവരുടെ ടീം ലീഡർ കാര്യങ്ങൾ എങ്ങനെ വ്യക്തമായിട്ട് പ്ലാൻ ചെയ്യണം, ഒരു ലീഡർക്ക് വേണ്ട ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ബോസും ഇവനിക്ക് ട്രെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അവന് ഏറ്റവും ഇഷ്ടമുള്ള, അവന് നന്നായിട്ട് കെയർ ചെയ്യുന്ന ആ 5ാമത്തെ ആള് ലീ, അവനാണെങ്കിൽ എപ്പോഴും വലിയ തമാശയായിട്ട് ഇവനുമായിട്ട് വല്ലാത്തൊരു ആത്മബന്ധമാണ് അവന്. അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഡേ ബ്രേക്കേഴ്സ് അവരുടെ ആ ഒരു ലൈഫ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് പോലീസുകാർക്ക് ഇവരിലേക്ക് എത്താനുള്ള ഒരു ചെറിയ ലീഡ് കിട്ടുകയാണ്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ലാസ്റ്റ് ആയിട്ട് ഒരാളുടെ വീട്ടിൽ വെച്ചിട്ട് ഇവരൊരു കൊലപാതകം നടത്തി അയാളുടെ കാശും കാര്യങ്ങളൊക്കെ കവർന്നു കൊണ്ടുപോയില്ലേ. എന്നാൽ അവിടെ കണ്ണ് കാണാതെ മസാജ് ചെയ്യാൻ ഒരാൾ വന്നിരുന്നു പറഞ്ഞില്ലേ, അയാൾ സംഭവം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്ന് ഒരു ന്യൂസ് കിട്ടി. പോലീസുകാരിപ്പോ ഇയാളെ സ്റ്റേഷനിലേക്ക് വിളിക്കുകയാണ്, ചോദ്യം ചെയ്യാണ്. എങ്ങനെയൊക്കെ പോലീസുകാർ ചോദിച്ചിട്ടും ഇയാൾ പറയുന്നത് സാറേ ഞാനൊന്നും കണ്ടില്ല, ഞാനൊരു അന്ധനാണ്. അങ്ങനെ പോലീസുകാർക്കും തോന്നി ഇവനൊരു അന്ധനാണ്. എന്തായാലും അവനെ അപ്പൊ തന്നെ പറഞ്ഞു വിടാൻ തീരുമാനിക്കുകയാണ്. ഇതേ സമയത്ത് ഈ പോലീസുകാരുടെ ചീഫ് ഉണ്ടല്ലോ, ഇയാൾ ശരിക്കും ഇവരുടെ കൂട്ടത്തിലെ ഒരു ചാരൻ തന്നെയാണല്ലോ. ബോസിന് രഹസ്യമായിട്ട് സന്ദേശങ്ങൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. കുഴപ്പമൊന്നുമില്ല, അവനെ വിട്ടയക്കാൻ വേണ്ടി പോവാണ്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസുകാരൻ പറയാണ് അങ്ങനെ വിടാനായിട്ടില്ല, ഞാൻ ഒന്നുകൂടെ ഒന്ന് പരിശോധിച്ച് നോക്കട്ടെ എന്ന് പറയണം. ആ പോലീസുകാരൻ ആരാണെന്ന് മനസ്സിലായോ? കഥയുടെ ആരംഭത്തിൽ ഒരു പോലീസുകാരനെ കുത്തി റെയിൽവേ ട്രാക്കിൽ ഇവരിട്ടിട്ട് പോയില്ലേ, അന്ന് അവൻ മരിച്ചിട്ടില്ലായിരുന്നു. അവൻ എണീച്ചു വന്നു. കഴിഞ്ഞ 14 വർഷമായിട്ട് ഡേ ബ്രേക്കേഴ്സ് അവരെ പിടിക്കാനായിട്ട് ഇതിന്റെ പിന്നാലെ തന്നെയാണ് അവൻ. എന്തായാലും ഈ മസാജ് ചെയ്യുന്ന ആളുണ്ടല്ലോ, ഇയാളെ നേരെ ഒരു റൂമിലേക്ക് കൊണ്ടുപോയി ഇയാളോട് ഈ പോലീസുകാരൻ തന്നെ നേരിട്ട് ചോദിക്കുകയാണ്. തൽക്കാലം നമുക്ക് ഈ ഒരു പോലീസുകാരനെ ഡാനി എന്ന് വിളിക്കാല്ലേ. പല സിനിമകളിലും പല ക്യാരക്ടേഴ്സിനും ഈ ഒരു പേര് ഞാൻ വെച്ചിട്ടുണ്ട്. എന്തായാലും കിടക്കട്ടെ, ഡാനി ഇപ്പൊ പ്രത്യേകിച്ചൊന്നും ഇയാളോട് ചോദിക്കുന്നില്ല. ഇയാൾ പറഞ്ഞത് കണ്ണ് കാണില്ല എന്നല്ലേ. എന്തായാലും അവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഓഫ് ആക്കാണ്. ഫുൾ ഇരുട്ടാണ്. ആ ഇരുട്ടത് ഒരു ലൈറ്റർ ഓൺ ആക്കിയിട്ട് അതിങ്ങനെ കെടുത്തും ഓണാക്കും കെടുത്തും. ഈ സമയത്ത് ഈ കണ്ണ് കാണാത്ത ആള് ഇയാളുടെ കണ്ണിങ്ങനെ ചിമ്മുന്നുണ്ട്. അതിനർത്ഥം ഇയാൾക്ക് കണ്ണ് കാണാമെന്നാണ്. ഇത് മനസ്സിലാക്കിയിട്ടും ഈ ഡാനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എന്തായാലും നീ പോയിക്കോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. എന്നാൽ നീ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ വെച്ചൊരു പത്രസമ്മേളനം നടത്തും. ഡേ ബ്രേക്കേഴ്സ് അവര് നടത്തിയ കൊലപാതകത്തിന് ഒരു ദൃക്സാക്ഷിയുണ്ട്, അതിൽ നിന്റെ പേര് ഞാൻ പറയും. പിന്നെ പറയണ്ടല്ലോ, പുറത്തേക്ക് പോയ നിന്നെ എന്തായാലും അവന്മാര് തട്ടെന്ന് പറയാണ്. ഇത് പേടിച്ചു പോയ അവൻ സമ്മതിക്കാണ്, സാറേ കണ്ടത് മുഴുവൻ ഞാൻ പറയാന്ന് പറയാണ്. ഈ കാര്യങ്ങളൊക്കെ അവിടെ ഇരുന്നുകൊണ്ട് ആ ഒരു ചീഫ് കേൾക്കുന്നില്ലേ. ഇയാൾ അപ്പൊ തന്നെ ഈ വിവരം സ്പൈക്കിനെ അറിയിക്കുന്നുണ്ട്. സ്പൈക്കാണ് ബോസിനോട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുക. മസാജ് ചെയ്യാനായിട്ട് ഒരുത്തം വന്നില്ലേ, അവന് കണ്ണ് കാണാം, അവൻ സാക്ഷി പറയാൻ പോവാണ്. ഇത് കേട്ടപ്പോൾ തന്നെ എങ്ങനെയെങ്കിലും അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. പെട്ടെന്ന് തന്നെ ഇവരെല്ലാവരും പുറത്തേക്ക് ചെറിയൊരു പ്ലാനുമായിട്ട് ഇറങ്ങുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഡാനി അയാളുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ ഇയാൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇയാൾ പറയുന്നുണ്ട്. അവരെല്ലാവരും അടുത്തേക്ക് വന്നപ്പോൾ ഒരു പ്രത്യേക തരം ചെടിയുടെ സ്മെല്ല് എനിക്ക് നന്നായിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഈ 5 കള്ളന്മാരും ഇവർക്ക് മോഷണമാണ്, കൊലപാതകമാണ് ജോലിയെങ്കിലും പ്രത്യക്ഷത്തില് ആൾക്കാരെ കാണിക്കാനായിട്ടൊരു ജോലി വേണ്ടേ. അതൊരു ചെടിയുടെ ഷോപ്പായിരുന്നു. ബോൺസായി പോലെയുള്ള എന്തോ ഒരു പ്രത്യേകതരം ചെടി വളർത്തുന്ന ഒരു ഷോപ്പ്. അപ്പൊ ആ ഒരു ചെടിയുടെ മണമാണ് എല്ലാവരുടെ ദേഹത്തിലുണ്ടായിരുന്നത്. എന്തായാലും ഇയാൾക്ക് അറിയാവുന്ന കാര്യത്തിൽ മൊഴി കൊടുത്തു കഴിഞ്ഞല്ലോ. ഇപ്പൊ ഡാനി പറയാണ്, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, നിങ്ങളുടെ പ്രൊട്ടക്ഷൻ അത് ഞങ്ങൾ നോക്കിക്കോളാം. അങ്ങനെ എന്തായാലും ഇയാളുമായിട്ട് ഇവർ നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇതേ സമയത്ത് തന്നെ ഈ സാക്ഷി ഇയാളെ കൊല്ലാനായിട്ട് ബോസ് ഏൽപ്പിക്കുന്നത് നമ്മുടെ ചെറുക്കൻ ഹുവായി ആണ്. ഹുവായിക്ക് എല്ലാ കാര്യങ്ങളും ഇവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവന്റെ കയ്യിൽ ഇപ്പോൾ ഒരു സ്നൈപ്പർ ഗണ്ണ് കൊടുത്തിരിക്കുകയാണ്. കറക്റ്റ് ടൈം കിട്ടുമ്പോൾ അവനെ വെടിവെച്ച് കൊന്നു എന്ന് പറയാണ്. അങ്ങനെ എയിം ആക്കിയിട്ട് ഈ സാക്ഷിക്ക് നേരെ അവൻ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് ഈ ഒരു ഗണ്ണിന്റെ ലെൻസിലേക്ക് അവൻ എപ്പോഴും കാണാറുള്ളത് പോലെയുള്ള ഭൂതത്തിന്റെ രൂപം വരികയാണ്. അവനാകെ പേടിച്ചു പോയി. ഗണ്ണ് അവന്റെ കയ്യിൽ നിന്ന് താഴെ വീഴുകയാണ്. ഇതേ സമയത്തിന് ആ ഒരു സാക്ഷിയാണെങ്കിൽ കാറിൽ
റൂമിൽ കയറി രക്ഷപ്പെട്ടു പോവുകയും ചെയ്തു. എന്നാൽ പ്ലാൻ എ പാളിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്ലാൻ ബി ഉണ്ടാവില്ലേ? അതായത് ഈ സാക്ഷി കയറിയിരിക്കുന്നത് ആ കാറിന്റെ ഡ്രൈവർ അത് പാർക്കാണ്. പിന്നെ പറയണ്ടല്ലോ, ഈ മനുഷ്യനെ ഗോഡൌണിലേക്ക് കൊണ്ടുവന്നിട്ട് അടിച്ച് കൊന്നു കളയാണ്. ഈ കാര്യം കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് നമ്മുടെ ഹുവായി വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഹുവായിനെ ബോസ് വിളിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, ഞാനൊരു കാര്യം പറഞ്ഞപ്പോ നിനക്കത് ചെയ്യാൻ പറ്റില്ല അല്ലേ? ഈ സമയത്ത് ഹുവായി പറയാണ്, അച്ഛാ എന്നെ കൊണ്ട് അത് ചെയ്യാൻ കഴിയുന്നില്ല, പരമാവധി ഞാൻ നോക്കി, പക്ഷെ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്റെ മുന്നിലേക്ക് വല്ലാത്തൊരു ജീവി, ഒരു ഭൂതം വരികയാണ്. എനിക്ക് പേടിയാണ് ഇങ്ങനെയുള്ള മോശം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ഇപ്പൊ ആ ഒരു ബോസ് ഇയാൾ ചോദിക്കുകയാണ്, ഓഹോ അപ്പൊ ഞങ്ങളൊക്കെ മോശം ചെയ്യുന്ന ആൾക്കാരാണല്ലേ? നീ പറഞ്ഞു വരുന്നത് ഞങ്ങളൊക്കെ മോശക്കാരാണ് എന്നല്ലേ? ഇതേ സമയത്ത് ഹുവായി അച്ഛനെ കെട്ടിപ്പിടിച്ച് സോറി പറഞ്ഞു, അച്ഛാ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, എനിക്ക് വയ്യ അതൊക്കെ ചെയ്യാൻ, എന്നോട് ക്ഷമിക്കുക അച്ഛ എന്നൊക്കെ പറയുമ്പോൾ ഈ ബോസും അവനെ കെട്ടിപ്പിടിച്ച്, സാരമില്ല മോനെ എല്ലാം ശരിയാക്കാം നമുക്ക്. അവനെ ശരിക്കും സ്വന്തം മോനെ പോലെ തന്നെ ഈ ഒരു ബോസ് നോക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ വെച്ച് മറ്റൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ചെറിയ പ്രായത്തിൽ ഹുവായെ ഇവർ തട്ടിക്കൊണ്ടുവന്നതാണല്ലോ. എപ്പോഴും അവനെ ഒരു ഇരുട്ട് റൂമിൽ പൂട്ടിയിടും. ഭക്ഷണം കൊടുക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ബോസ് ആ റൂമിലേക്ക് വരും. വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ഇയാളുടെ കാല് പിടിച്ച് കരയുന്നത് പോലെ പറയും, ഹുവായി എനിക്ക് പേടിയാണ് അച്ഛാ, എനിക്ക് ഇവിടെ നിൽക്കണ്ട, എന്തോ ഒരു ഭൂതം എന്റെ അടുത്തേക്ക് വരുന്നു എന്ന്. ഇതൊന്നും മൈൻഡ് ആക്കാതെ ബോസ് പറയല്, നിന്റെ അടുത്തേക്ക് അങ്ങനെ ഒരു ജീവി വന്നാൽ അതിന്റെ കണ്ണിലേക്ക് നോക്കി നിൽക്കുക, അതിനെ നേരിടുക. എന്തെല്ലാം ഈ ബോസ് പറഞ്ഞു കൊടുത്തിട്ടും ഇന്ന് വരെ ഹുവായിക്ക് ആ ഒരു കാഴ്ചയിൽ നിന്നും അല്ലെങ്കിൽ അവന്റെ ആ ഒരു തോന്നലിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റിയിട്ടേയില്ല. ഇന്നും അങ്ങനെയുള്ള തോന്നലുകൾ അവനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വീണ്ടും 1-2 ദിവസങ്ങൾ കഴിഞ്ഞു പോവാണ്. ഇപ്പൊ ബോസിനും അയാളുടെ ടീമിനും അടുത്ത മിഷൻ കിട്ടിയിരിക്കുകയാണ്. ഒരു അങ്കിൾ അതുപോലെ തന്നെ ഒരു ആന്റി, അവരെ കൊന്നു കളയുക. കാരണം അവരിപ്പോ നിൽക്കുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, അത് വലിയൊരു ബിസിനസ്സുകാരൻ കുറെ കാലമായിട്ട് മേടിക്കാൻ നോക്കുകയാണ്. എന്നാൽ ഈ അങ്കിളും ആന്റിയും അത് കൊടുക്കാൻ തയ്യാറേ അല്ല. അവർ നല്ല കടുംപിടുത്തത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ ബിസിനസ്സുകാരൻ ഇവർ രണ്ടുപേരെയും കൊന്നു കളഞ്ഞേക്കെന്ന് പറഞ്ഞിട്ട് ഒരു കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. അത് ആ ഒരു പോലീസുകാരൻ ചീഫ് ഉണ്ടല്ലോ, ഇവരുടെ തന്നെ ആള്, അയാൾ വഴി ഇവർക്ക് ആ ഒരു കൊട്ടേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസമാണ് ഈ അങ്കിളിനെയും ആന്റിനെയും ഇവർ കൊല്ലാൻ വേണ്ടി പോകുന്നത്. അവർ പോകുന്ന സമയത്ത് നമ്മുടെ ഹുവായിനെയും കൂടെ കൂട്ടുന്നുണ്ട്. നല്ല പേടി അവനുണ്ടായിരുന്നു. എന്നിരുന്നാലും അവനോട് ഇപ്പോൾ ബോസ് പറയണം, നീ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട, ഞങ്ങളൊരു വീട് കാണിച്ചു തരും, നീ അങ്ങോട്ടേക്ക് പോയിട്ട് ആ വീടിന്റെ വാതിലൊന്ന് തുറന്നാൽ മതി. നല്ല മഴ ഉണ്ടായതുകൊണ്ട് തന്നെ അവന്റെ കയ്യിൽ ഒരു കൊടയും കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഹുവായി അവനിപ്പോൾ ചെയ്യേണ്ട ജോലി എന്താ വെച്ചാൽ നേരെ ഇവർ കാണിച്ചു കൊടുത്ത ആ ഒരു വീട്ടിലേക്ക് ചെന്നിട്ട് അതിന്റെ കതവ് തുറന്ന് എങ്ങനെയെങ്കിലും ഉള്ളിലേക്ക് കയറണം. അവൻ വേഗം പോയിട്ട് ആ ഒരു വരാന്തയിൽ നിൽക്കാണ്. കൊട മടക്കി അതിന്റെ ഒരു മൂലയ്ക്ക് വെക്കുന്നുണ്ട്. എന്നിട്ട് അവൻ അറിയാവുന്ന ആ ഒരു വിദ്യകളെ വെച്ച് ഓൾറെഡി ഇവർ കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു വിദ്യ വെച്ച് ഈ വാതിൽ തുറക്കാനായിട്ട് ഇവനിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാവരും ചുറ്റുവട്ടത്ത് നിന്ന് നിരീക്ഷിക്കുന്നുണ്ട്. ഇവനൊരു സ്കൂൾ പയ്യനായതുകൊണ്ട് തന്നെ വേറെ ആരും സംശയിക്കില്ല. അതിനാണ് നമ്മുടെ ഈ ഒരു ഹുവായി അങ്ങോട്ടേക്ക് വിട്ടിരിക്കുന്നത്. ഈ സമയത്ത് അതിലൂടെ പോയ ഒരു പോലീസുകാരൻ, ഇയാൾക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. ഇതുപോലെ ഒരു കുട്ടി ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. രാജർക്ക എന്താ അവിടെ കാട്ടുന്നത്, നീ ആരാ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് തിരിഞ്ഞു നോക്കാതെ ഹുവായി മാക്സിമം ആ ഒരു വാതിൽ തുറക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം വാതിൽ തുറന്ന വാർഡിനെ അമ്മയെ ഞാൻ വന്നു എന്ന് പറഞ്ഞിട്ട് അവൻ ഉള്ളിലേക്ക് കയറുകയാണ്. ഇപ്പൊ പോലീസുകാരൻ വിചാരിച്ചു, അവിടുത്തെ പയ്യൻ തന്നെയാലേ. സംശയമൊന്നും തോന്നാത്തത് കൊണ്ട് അയാൾ അവിടുന്ന് തിരിച്ചു പോവാണ്. ഇതേ സമയത്ത് വീട്ടിന്റെ ഉള്ളിലേക്ക് വന്ന നമ്മുടെ ഹുവായിക്ക് നിലത്ത് നിന്ന് ഒരു ഡയറിയും അതുപോലെ തന്നെ അതിന്റെ ഉള്ളിൽ നിന്ന് വേറെ എന്തൊക്കെയോ കിട്ടുന്നുണ്ട് കേട്ടോ. എന്തായാലും അവൻ ആ ഒരു ഡയറി പൊക്കിയ സമയത്ത് ഇതിന്റെ ഉള്ളിൽ നിന്നും ഒരു ഫോട്ടോ താഴേക്ക് വീഴാണ്. ഒരു ചെറിയ പയ്യന്റെ ഫോട്ടോ ആയിരുന്നത്. എന്തായാലും ആ ഒരു ഫോട്ടോ ചുമ്മാ എടുത്ത് നമ്മുടെ ഹുവായി കീശയിൽ വെക്കുന്നുണ്ട്. ഇതിനുശേഷം നേരെ മുകളിലേക്ക് അങ്ങനെ കയറി പോവാണ്. എന്നാൽ ഈ വീട്ടിൽ നിലവിൽ ഇപ്പൊ ആരുമില്ല. എന്നാൽ ഇതെങ്ങനെയാ ഉള്ളിന്ന് ലോക്കായിരിക്കുന്നത്? സത്യം പറയുകയാണെങ്കിൽ ഇതിന്റെ ഉള്ളിൽ ആ ആന്റി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അങ്കിൾ ഇല്ലായിരുന്നു, അങ്കിൾ പുറത്താണ്. വീട്ടിന്റെ ഉള്ളിലേക്ക് ആരോ കയറുന്നുണ്ടെന്ന് മനസ്സിലായ ആന്റി പേടി കാരണം അവിടെ ഉണ്ടായിരുന്ന കബോർഡിന്റെ ഉള്ളിലേക്ക് പോയി വിളിച്ച് ഈ അങ്കിളിന് മെസ്സേജ് അയച്ചു, ആരോ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്, നിങ്ങൾ വേഗം വന്ന്. എന്നാൽ അങ്കിൾ എന്താ ചെയ്യേണ്ടത്? വേഗം തന്നെ ഈ ഒരു വിവരം പോലീസുകാരെ അറിയിക്കണം. എന്നാൽ ആ ഒരു നല്ല ബുദ്ധി അങ്കിളിന് തോന്നിയില്ല. അങ്കിൾ വേഗം തന്നെ ആന്റിയെ വിളിക്കുകയാണ്. ആന്റിയുടെ ഫോൺ റിംഗ് ആയി. അപ്പൊ റിംഗ് ചെയ്യുന്ന ആ ഒരു ശബ്ദം കേട്ട് കബോർഡിന്റെ അടുത്തേക്ക് നമ്മുടെ ഹുവായി ചെല്ലുകയാണ്. ഹുവായി ചെല്ലുമ്പോൾ ഇതുപോലെ ഒരു ആന്റി, കുറച്ച് പ്രായമായിട്ടുള്ള സ്ത്രീയാണ്. അവർ പേടിച്ച് വിറച്ച് ആ ഒരു കബോർഡിന്റെ ഉള്ളിൽ അങ്ങനെ ഇരിക്കുകയാണ്. ഇതേ സമയത്ത് ഈ വീടിന്റെ ഉള്ളിലേക്ക് ബോസ്, സ്പൈക്ക് അതുപോലെ തന്നെ പാർക്ക് ഇവർ 3 പേരും വന്നിട്ടുണ്ട്. മറ്റേ റൈഡർ കാറുമായിട്ട് പുറത്തങ്ങനെ നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഒരാൾ പുറത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. നിലവിൽ ഈ വീട്ടിൽ ആരുമില്ല. ഒന്നും അറിയാത്തതുപോലെ ഹുവായി വന്ന് നിൽക്കുകയാണല്ലോ. ഇതുപോലെ ആന്റിയെ കണ്ട കാര്യം ഇപ്പോഴും അവൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ഇതേ സമയത്ത് തന്നെയാണ് ഭയങ്കര ടെൻഷൻ അടിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ആ ഒരു അങ്കിൾ ഓടി വരുന്നത്. അങ്കിള് വന്ന പാടിന് ഇവരെന്താ ചെയ്യുന്നത്? അടിച്ച് വീഴ്ത്തുകയാണ്. അങ്കിളിന് ഒരു കാലില്ലായിരുന്നു. ആ ഒരു കാലെല്ലാം ഇവര് ചവിട്ടി തെറിപ്പിച്ച് കളയുന്നുണ്ട്. അതൊരു വെപ്പുകാലാണ്. പിന്നീട് അങ്കിളിനോട് ചോദിക്കുന്നുണ്ട്, എവിടെ നിന്റെ ഭാര്യ എന്ന്. അങ്കിൾ പറയാണ്, അവൾ ഇപ്പൊ ഇവിടെ ഇല്ല, അവൾ വേറൊരു നാട്ടിലേക്ക് പോയിന്ന്. അവിടെ വെച്ച് വീണ്ടും ഈ അങ്കിളിനെ ഇവർ ക്രൂരമായിട്ട് മർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സംഭവം, ഈ ഒച്ചപ്പാടൊക്കെ കേട്ടപ്പോൾ ഈ അങ്കിളുടെ ഭാര്യ ആന്റി വല്ലാതെ കിടന്ന് നിലവിളിക്കുകയാണ്. ഒരു വിധത്തിൽ അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ ഇറങ്ങി ഓടുന്നുണ്ട്. ആ ഒരു ശബ്ദം ഇവർ കേൾക്കുകയാണ്. ആന്റി രക്ഷപ്പെടാൻ കാരണക്കാരൻ നമ്മുടെ ഹുവായി ആണെന്ന് ഇപ്പൊ ബോസിന് മനസ്സിലായി കേട്ടോ. അതുപോലെ തന്നെ പുറത്തേക്ക് ഓടിപ്പോയ ഈ ആന്റി ഒരു ഭാഗത്തേക്ക് എത്തിയപ്പോൾ തളർന്ന് വീണ് പോവാണ്. അതിലൂടെ പോയ 2 ആൾക്കാർ ഇപ്പൊ ആന്റിയെ കാണുന്നുണ്ട്. വേഗം തന്നെ അവർ കാറിൽ കയറ്റിയിട്ട് ആന്റിയെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. എന്തായാലും ആന്റി രക്ഷപ്പെടാൻ കാരണക്കാരൻ ആരാണ്? ഹുവായി. ആ കാര്യം ബോസിന് മനസ്സിലായി. ഇപ്പൊ ഹുവായിയോട് പറയണം, ഇതിനേക്കാൾ മികച്ചൊരു ശിക്ഷ നിനക്ക് തരാനില്ല, ഗണ്ണെടുക്കടാ, നീ തന്നെ ഇയാളെ വെടിവെച്ച് കൊല്ലടാന്ന് പറയണം. എന്നാൽ ഈ കാര്യം ചെയ്യാനായിട്ട് ഹുവായിയുടെ കൈ അനങ്ങുന്നില്ല കേട്ടോ, അങ്ങോട്ട് പൊന്തുന്നില്ല. വിറച്ച് ഒരു വിധത്തിൽ അവൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ബുള്ളറ്റ് എങ്ങോട്ടോ പോവാണ്. ഇതേ സമയത്ത് ദേഷ്യം വന്ന ബോസ് ഇവന്റെ തലക്ക് നോക്കി ഒരേറ്റ അടി കൊടുക്കുകയാണ്. ഇത്രയും കാലമായിട്ട് നിന്നെ ട്രെയിൻ ചെയ്യിപ്പിച്ചതും പഠിപ്പിച്ചതൊക്കെ പിന്നെ എന്ത് തേങ്ങയാടാ. അവൻ ഒരുപാട്
തല്ലുന്നുണ്ട്, ചീത്ത പറയുന്നുണ്ട്. അവസാനം ദേഷ്യം തലയിൽ കയറിയിട്ട് ഹുവായി ഗണ്ണൊരു പിടുത്തം പിടിക്കുന്നുണ്ട്. പേടിയൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കാണ്. പിന്നെ ആ ഒരു ഗണ്ണെടുത്ത് ഈ അങ്കിളുടെ നെഞ്ചത്തേക്ക് തന്നെ 4-5 തവണ അങ്ങോട്ട് പൊട്ടിക്കുകയാണ്. അവിടെ വെച്ച് തന്നെ അങ്കിൾ മരിച്ചു പോകുന്നുണ്ട്. ഇതേ സമയം ബോസ് ഹുവായുടെ ആ ഒരു ഷോൾഡറിൽ തട്ടിയിട്ട് പറയാണ്, നീ പുലിക്കുട്ടിയാടാ, നീ തന്നെയാടാ എന്റെ മകൻ, വാടാ നമുക്ക് പോകാന്ന് പറയാണ്. ഇതേ സമയത്ത് തന്നെ ആ ആന്റി ഓടി രക്ഷപ്പെട്ടായിരുന്നല്ലോ. അവരിപ്പോ നിലവിൽ ഹോസ്പിറ്റലുണ്ട്. അവർക്ക് ജീവന് വലിയ കുഴപ്പമൊന്നുമില്ല, എന്നിരുന്നാലും കുറച്ച് സീരിയസ് കണ്ടീഷനിലാണ്. ഈ സംഭവം അറിഞ്ഞ് അങ്ങോട്ടേക്ക് നമ്മുടെ ഡാനി, ബാക്കിയുള്ള പോലീസുകാർ ഇവരൊക്കെ എത്തിയിട്ടുണ്ട്. ഇവരുടെ കൂട്ടത്തിൽ ചാരനായിട്ടുള്ള ആ ഒരു പോലീസുകാരനുണ്ട് കേട്ടോ, ഡേ ബ്രേക്കേഴ്സ്. ഇവരുമായി ബന്ധപ്പെട്ട് എന്ത് കേസ് വന്നാലും ആ ഒരു ടീമിൽ എങ്ങനെയെങ്കിലും ഈ ചാരൻ പോലീസ് കയറി പറ്റും. മാത്രമല്ല ആ അങ്കിളിന്റെയും ആന്റിയുടെയും വീട്ടിലേക്ക് ഒരു പയ്യൻ കയറി പോയിട്ടുണ്ട്. ആ വിവരം ഈ ചാരൻ പോലീസിന് നേരത്തെ അറിയായിരുന്നു. എന്നാൽ അതിപ്പോ വന്നിരിക്കുന്ന ഡാനിയോട് പറയുന്നൊന്നുമില്ല കേട്ടോ. എന്നാൽ വേറൊരു പോലീസുകാരനും ഈ ഒരു കാര്യം കണ്ടിട്ടുണ്ടല്ലോ. അവൻ ഈ ഒരു കാര്യം പറയാണ്. അങ്ങനെ ആന്റിയുടെ വീട്ടിലേക്ക് ഒരു ചെറിയ ചെറുപ്പക്കാരൻ, ഒരു ടീനേജ് പോയി കയറിയിട്ടുണ്ട്. ആ വിവരം ഇപ്പോൾ ഡാനി അറിയാണ്. ഇതേ സമയം തന്നെ ആ ഒരു ബിസിനസ്സുകാരനെ കാണിക്കുകയാണ്. ഇയാൾ 2 പേരെ കൊല്ലാനല്ലേ കൊട്ടേഷൻ കൊടുത്തത്, എന്നാൽ ആ ഒരു അങ്കിള് മാത്രമേ ഇപ്പൊ മരിച്ചിട്ടുള്ളൂ. ആന്റിയെ കൊല്ലാനായിട്ട് മറ്റൊരു കില്ലറെ ഇയാൾ ഹയർ ചെയ്യുന്നുണ്ട്. അത് ഇയാളുടെ സ്വന്തം ആൾ തന്നെയാണ്. അപ്പോ ബോസ് ഈ കാര്യമൊക്കെ വളരെ സിമ്പിൾ ആണ്, ഞാൻ പോയിട്ട് ചെയ്തിട്ട് വരാന്ന് ആ ഒരു കില്ലർ പറയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കൊലപാതകം നടന്നില്ലേ അങ്കിളിന്റെ വീട്, അങ്ങോട്ടേക്ക് ഡാനി ചെല്ലാണ് എന്തെങ്കിലുമൊക്കെ തെളിവ് കിട്ടുമോ നോക്കാനായിട്ട്. പ്രത്യേകിച്ച് തെളിവും കാര്യങ്ങളൊക്കെ വീടിന്റെ ഉള്ളിൽ വെച്ച് പരിശോധിച്ചപ്പോൾ ഇവർക്ക് കിട്ടുന്നൊന്നുമില്ല. എന്തായാലും ഒരു പയ്യൻ ഇതിന്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ള ആ ഒരു വിവരം അത് കൺഫേം ആണ്. ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് ഡാനി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതിന്റെ ഉള്ളിലേക്ക് കയറുന്ന സ്ഥലത്ത് ഒരു കൊട കാണുകയാണ്. എന്തായാലും വന്ന പയ്യൻ ഉപയോഗിച്ച കൊടയായിരിക്കണം ഇത്. ആ ഒരു കൊട അതിന്റെ ആ ഒരു പിടിയിലേക്ക് നോക്കുമ്പോൾ ഏതൊരു കമ്പനിയുടെ പേരുണ്ട്. ആ കമ്പനി വെറും ഒരു കമ്പനി ആയിരുന്നില്ല, എന്തോ ഒരു ചെടി വിൽക്കുന്ന ഒരു കമ്പനി ആയിരുന്നു. അതായത് ഡേ ബ്രേക്കേഴ്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഡാനി. ഇതേ സമയം തന്നെ കൊലപാതകവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഹുവായി അവന്റെ റൂമിൽ പോയിട്ട് വല്ലാതെ വിഷമിച്ച് അങ്ങനെ കിടക്കുകയാണ്. അങ്കിളുടെയും ആന്റിയുടെ വീട്ടിൽ നിന്ന് അവനൊരു ചെറിയ കുട്ടിയുടെ ഫോട്ടോ കിട്ടിയായിരുന്നല്ലോ യാദൃശ്ചികമായിട്ട്. അതവൻ ചുമ്മാ ഗീശയിൽ വെച്ചിരുന്നു. അതെന്തായാലും കൊണ്ടുവന്നിട്ട് ജനലിന്റെ അരികിൽ വെക്കുകയാണ്. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് ജിയോൻ വരുന്നത്. ജിയോൻ ഇപ്പൊ ആ ഒരു ഫോട്ടോ കാണുകയാണ്. ചുമ്മാ അതെടുത്ത് നോക്കുകയാണ്. ആഹാ, നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ ഫോട്ടോ. ചെറുപ്പത്തിൽ നിന്നെ കാണാൻ എന്തൊരു സുന്ദരനാണെന്നറിയോ. ഇപ്പൊ പാതി ഉറക്കത്തിലുണ്ടായിരുന്ന ഹുവായി പറയാണ്, ഒന്ന് പോവാമ്മേ, അതെന്റെ ഫോട്ടോ ഒന്നുമല്ല, ഞങ്ങൾ ഇപ്പൊ പോയ വീട്ടിൽ നിന്നും കിട്ടിയ ഫോട്ടോയാണ്. ഇതേ സമയത്തിന് ജിയോൻ പറയാണ്, ഒന്ന് പോടെ ചെറുക്ക അവിടുന്ന്, ചെറുപ്പം മുതലേ ഞാൻ നിന്നെ കാണുന്നതാ, ഇത് നിന്റെ ചെറുപ്പത്തിലെ ഫോട്ടോയാടാ. ഇത് കേട്ട സമയത്ത് ഹുവായി ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. അമ്മ എന്താ ഈ പറയുന്നേ, ഞാൻ ഈ വീട്ടിൽ നിന്ന് എടുത്ത ഫോട്ടോ നല്ലത് ആ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ലേ, അതെങ്ങനെയാ ഞാനാവുക. അവനാകെ കൺഫ്യൂഷൻ ആവുകയാണ്. ഇതേ സമയത്ത് തന്നെ ആ ഒരു കൊടയുടെ പിടിയിൽ ആ ചെടി വിൽക്കുന്ന കമ്പനിയുടെ പേരുണ്ടായിരുന്നല്ലോ, ആ കമ്പനിയിലേക്ക് നമ്മുടെ ഡാനി ചെല്ലുന്നുണ്ട്. ഇതുപോലെ ആ ഒരു പ്രത്യേക മണമുള്ള ആ ചെടി മേടിച്ചവരുടെ ലിസ്റ്റ് ചോദിക്കുന്നുണ്ട്. ലിസ്റ്റും കാര്യങ്ങളൊക്കെ കയ്യിലുണ്ട്, പക്ഷെ നിങ്ങളുടെ കയ്യിലേക്ക് തരാൻ പറ്റില്ല എന്ന് പറയാണ്. എന്തായാലും ആ ഒരു ഫയൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവരുടെ ശ്രദ്ധ ചെറുതായിട്ടൊന്ന് മാറിയപ്പോൾ ഡാനി അതും മേടിച്ചുകൊണ്ട് ഒരേറ്റ ഓട്ടോ ഇടുകയാണ് കേട്ടോ. കാരണം ആ ഒരു ഫയൽ തന്നെ അവന് വേണമായിരുന്നു. അതിൽ ആ ചെടി മേടിച്ച ഓരോ ആൾക്കാരുടെ അഡ്രസ്സും ഡീറ്റെയിലും എല്ലാം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഓരോരുത്തരുടെ പേരും ലിസ്റ്റും വെച്ചിട്ട് അങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ട്. അവസാനം ഡേ ബ്രേക്കേഴ്സിന്റെ ആ ഒരു ഗോഡൌണിലേക്ക് വരെ ഇവർ എത്തിയിട്ടുണ്ട്, അതായത് ആ ഷോപ്പിലേക്ക് കേട്ടോ. എന്നാൽ നിലവിൽ അവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. ആകെ ആ ഒരു സ്പൈക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാഷ്വൽ ആയിട്ട് അവനോട് ഇപ്പോൾ ഡാനി സംസാരിക്കുകയാണ്. എന്നാൽ ഡാനിക്ക് അറിയില്ലല്ലോ അവൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഡേ ബ്രേക്കേഴ്സ് അതിൽപ്പെട്ട ആളാണ് ഈ സ്പൈക്ക് എന്ന്. എന്തായാലും സ്പൈക്കിന്റെ സംസാരത്തിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും ഡാനിക്ക് മനസ്സിലായില്ല. അവന് പിടിക്കാനും പറ്റിയില്ല. അതുകൊണ്ട് തന്നെ അവൻ അടുത്ത അഡ്രസ്സിലേക്ക് പോവാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹുവായുടെ കാര്യം ഭയങ്കര കഷ്ടമായിരുന്നു. അവനാകെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. അതായത് അങ്കിളുടെയും ആന്റിയുടെയും വീട്ടിൽ നിന്ന് കിട്ടിയ ആ ഒരു ചെറിയ കുട്ടിയുടെ ഫോട്ടോ അത് അവന്റെ ചെറുപ്പകാലത്തിലെ ഫോട്ടോ ആയിട്ട് നല്ല സാമ്യമുണ്ട് എന്നല്ല, അത് അവൻ തന്നെയാണെന്നാ ജീവൻ പറയുന്നത്. അപ്പൊ അവന്റെ ഉള്ളിൽ ചെറിയൊരു സംശയം തോന്നി ഹുവായി ആ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ഫോട്ടോ ഒരുപാട് ഉണ്ടായിരുന്നു. ആ കുട്ടിയെ ചെറിയ പ്രായത്തിൽ കാണാതായിട്ടുണ്ട്. പത്രത്തിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരസ്യങ്ങൾ ഈ അങ്കിളും ആന്റിയും കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു കുട്ടിയെ ഇവർക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല. അങ്ങനെ അവസാനം നമ്മുടെ ഹുവായി ആ രഹസ്യം മനസ്സിലാക്കുകയാണ്. ഈ അങ്കിളും ആന്റിയാണ് അവന്റെ യഥാർത്ഥ അച്ഛനും അമ്മയും. ഈ രഹസ്യം മനസ്സിലാക്കിയ സമയത്ത് എന്താ സംഭവിക്കുക, അവനാകെ തകർന്നു പോവാണ്. സ്വന്തം അച്ഛനെ തന്നെയാണ് കുറച്ചു മുന്നേ അവൻ അവന്റെ കൈ കൊണ്ട് വെടിവെച്ച് കൊന്നത്. ആര് പറഞ്ഞിട്ട്, അവന്റെ വളർത്തച്ഛന്മാര് പറഞ്ഞിട്ട്. ഇതേ സമയത്ത് വീടിന്റെ മറ്റൊരു ഭാഗത്തു നിന്ന് ഒരു ശബ്ദം കേട്ട് ഹവായി നേരെ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ ഇവന്റെ അമ്മ ആശുപത്രിയിൽ നിന്നും ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഒറ്റക്കായതുകൊണ്ട് തന്നെ ആ ഒരു സ്ത്രീ സൂയിസൈഡ് ചെയ്യാൻ നിൽക്കുക. അച്ഛനോ പോയി അമ്മയെങ്കിലും രക്ഷപ്പെടുത്താന്ന് കരുതിയിട്ട് ഇപ്പൊ നമ്മുടെ ഹുവായി അങ്ങോട്ടേക്ക് ഓടിച്ചെന്ന് അമ്മയെ രക്ഷപ്പെടുത്തുകയാണ്. അവൻ വല്ലാതെ നിലവിളിക്കുന്നുണ്ട്. സ്വന്തം അച്ഛനെ കൊന്നു കളഞ്ഞ് അവന്റെ ജീവിതം തന്നെ തകർത്ത് കളഞ്ഞവരാണ് ആ 5 പേരും. എന്തായാലും പ്രതികാര ബുദ്ധി മനസ്സിലുണ്ടാവുമല്ലോ. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ സ്പൈക്കിനെ കാണിക്കുകയാണ്. സ്പൈക്കിന്റെ കമ്പ്യൂട്ടറിലേക്കാണല്ലോ ഇവരുടെ കൊട്ടേഷനും കാര്യങ്ങളൊക്കെ വരിക. ഇപ്പൊ സ്പൈക്ക് എന്തോ ഒരു ആവശ്യത്തിനായിട്ട് കമ്പ്യൂട്ടർ തുറന്നു നോക്കിയപ്പോൾ അതിൽ ഓൾറെഡി ഒരു ഫയൽ ഓപ്പൺ ആയി കിടക്കുകയാണ്. അതായത് ഈ അങ്കിൾ ആന്റി ഇവരെ കൊല്ലാനായിട്ട് ആ ബിസിനസ്സുകാരൻ ഒരു കൊട്ടേഷൻ കൊടുത്തായിരുന്നല്ലോ, അതിന്റെ ആ ഒരു പേപ്പർ അതിലുണ്ട്. സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു കമ്പ്യൂട്ടർ അത് ഈ സ്പൈക്ക് അല്ലാതെ വേറെ ആരും ഉപയോഗിക്കില്ല, ഒരാൾ ഒഴികെ, നമ്മുടെ ഹുവായി തന്നെ. അപ്പൊ തന്നെ ഈ സ്പൈക്കിന്റെ ഉള്ളിൽ ചെറിയൊരു പേടി കൊടുക്കുകയാണ്. അതേ റൂമിൽ തന്നെ ഒരു ഗണ്ണുമായിട്ട് ഈ ഹുവായി ഇരിക്കുന്നുണ്ടായിരുന്നു. അവന്റെ ആ ഒരു കോലം, മട്ടും ഭാവം ഇതെല്ലാം കണ്ടപ്പോൾ സ്പൈക്കിന് മനസ്സിലായി എല്ലാ രഹസ്യങ്ങളും ചെറുക്കൻ മനസ്സിലാക്കിയിരിക്കുന്നു. ഗണ്ണ് നേരെ സ്പൈക്കിന് നേരെ ചൂണ്ടുകയാണ്. എന്നിട്ട് പറയാണ്, നിങ്ങൾക്ക് എല്ലാം അറിയായിരുന്നില്ലേ അതെന്റെ അച്ഛനും അമ്മയാണെന്ന്. മനഃപൂർവ്വം എന്റെ കൈകൊണ്ട് തന്നെ അവരെ കൊല്ലാൻ നോക്കിയില്ലേ, കൊല്ലിക്കാൻ നോക്കിയില്ലേ, ഞാൻ എന്റെ അച്ഛനെ കൊന്നില്ലേ, എന്താ
എന്തായാലും ശിക്ഷ നിങ്ങൾ അർഹിക്കുന്നുണ്ട്. ഒരുപാടൊന്നും സ്പൈക്ക് എതിർക്കാൻ നിന്നില്ല കേട്ടോ. കാരണം ചെയ്തു വെച്ചത് മഹാപാപമാണെന്ന് അവന് നന്നായിട്ട് അറിയായിരുന്നു. അവൻ അവിടെ വെച്ച് തന്നെ ആ ഒരു മരണം ഏറ്റുവാങ്ങാണ്. അതായത് ഹുവായി അവനെ വെടിവെച്ച് കൊന്നു കളയുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ബോസ് ഇങ്ങോട്ടേക്ക് വരികയാണ്. ബോസിന് കാര്യങ്ങൾ മനസ്സിലായി. ചെറുക്കന് എല്ലാ രഹസ്യവും മനസ്സിലായിരിക്കുകയാണ്. ചില്ലറ പരിപാടിയാണോ ഈ ബോസ് അവനെ കൊണ്ട് ചെയ്യിപ്പിച്ച് സ്വന്തം അച്ഛനെയാണ് വെടിവെച്ച് കൊല്ലിപ്പിച്ചത്. ഒരുമാതിരി ഒരു വേട്ട മൃഗത്തിനെ പോലെ അവന് പാട്ടുണ്ടാവുമെന്ന് ബോസിന് മനസ്സിലായി. അതുകൊണ്ട് ബോസ് വേഗം തന്നെ ബാക്കിയുള്ള 3 ആൾക്കാരെ വിളിച്ചിട്ട് അലേർട്ട് ആവാൻ പറയാണ്. റൈഡർ, പാർക്ക്, ലീ. എന്തായാലും ബോസ് വിചാരിച്ചതുപോലെ തന്നെ ഒരു വേട്ട മൃഗമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹുവായി. അതുപോലെ ഇവന്റെ ഈ ഒരു വേട്ട അത് തുടങ്ങുന്നതിന് മുന്നേയായിട്ട് അവനൊരു കാര്യം ഉറപ്പാക്കണം. അവന്റെ അമ്മ, അതായത് ആ ഒരു ആന്റി, അവര് സേഫ് ആയിട്ടിരിക്കണം. അതിനുവേണ്ടി തന്നെ എമ്മയോട് സഹായം ചോദിക്കുകയാണ്. ഇതെന്റെ അമ്മയാണ്, അമ്മയുടെ ജീവൻ ആപത്തിലാണ്, ദയവ് ചെയ്തിട്ട് നീ എങ്ങനെയെങ്കിലും നിന്റെ ഒരു ആന്റിയെ പോലെ മറ്റൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവിടെ കിടത്തണം എന്ന് പറയാണ്. എമ്മ എന്തായാലും ആ ഒരു കാര്യത്തിന് സമ്മതം മൂളുകയാണ്. അതായത് അവളുടെ ആന്റിയെ പോലെ തന്നെ അഡ്രസ്സും കാര്യങ്ങളും എഴുതിയിട്ട് മറ്റൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഹുവായിയുടെ അമ്മയെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും നിലവിൽ അമ്മ ഇപ്പൊ സേഫ് ആണല്ലോ. ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ആശ്വാസത്തിൽ ഹുവായി അവന്റെ അടുത്ത വേട്ടക്കിറങ്ങാണ്. നേരെ പോകുന്നത് ടീമിലെ ഷാർപ്പ് ഷൂട്ടർ ആയിട്ടുള്ള പാർക്കിന്റെ അടുത്തേക്കാണ്. പാർക്കിനെ ഇപ്പോൾ നമ്മുടെ ഹുവായി ഗൺ പോയിന്റിൽ നിർത്തുകയാണ്. എന്നാൽ ഈ പാർക്ക് തന്നെയാണ് അവന് ഷൂട്ട് ചെയ്യാൻ പഠിപ്പിച്ചത്. അവന്റെ ആശാനല്ലേ, ഒറ്റയടിക്കൊക്കെ ഈ പാർക്കിനെ കൊല്ലാൻ പറ്റുമോ? ട്രിക്ക് കാണിച്ചുകൊണ്ട് തന്നെ ഈ ഹുവായുടെ കയ്യിൽ നിന്നും ഗണ്ണ് പാർക്ക് തട്ടി തെറിപ്പിച്ച് കളയാണ്. എന്നിട്ട് അവിടെ വെച്ച് നല്ലൊരു ഫൈറ്റ് നടക്കുന്നുണ്ട്. ഹുവായിക്ക് കയ്യാങ്കളി കളിക്കാനുള്ള ആ ഒരു പ്രായം നാട്ടില്ല. അതുകൊണ്ട് തന്നെ പാർക്ക് അവനിട്ട് വറുത്തോണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഇങ്ങോട്ടേക്ക് ബോസും അതുപോലെ തന്നെ റൈഡറും ലീയും വരുന്നത്. ഇനി ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല, എത്രയും പെട്ടെന്ന് തന്നെ രക്ഷപ്പെട്ടു പോകണം. അങ്ങനെ ഈ പാർക്കിനെ തള്ളിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്നൈപ്പർ എടുത്തുകൊണ്ട് ഹുവായി വേഗം തന്നെ ജനലിലൂടെ കുതിച്ച് ചാടുകയാണ്. താഴെ തന്നെ ഒരു കാർ ഉണ്ടായിരുന്നു. ആ കാറുമായിട്ട് അവൻ രക്ഷപ്പെടുന്നുണ്ട്. ഇവന്റെ പിന്നാലെ തന്നെ ബാക്കിയുള്ള 4 പേരും വന്നോണ്ടിരിക്കുകയാണ്. ആ കാർ ഓടിക്കുന്നത് റൈഡറാണ്. ഈ റൈഡറാണ് നമ്മുടെ ഹുവായെ ട്രെയിൻ ചെയ്തത്. എങ്ങനെ വണ്ടി ഓടിക്കണം, പോലീസുകാർ വരുമ്പോൾ എങ്ങനെ രക്ഷപ്പെടണം, അവരെങ്ങനെ കബളിപ്പിക്കണം, എല്ലാ ട്രിക്കും റൈഡർ ഹുവായിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ റൈഡർ അവനേക്കാൾ മികച്ചതായിരുന്നു അവന്റെ ശിഷ്യനായിട്ടുള്ള നമ്മുടെ ഹുവായി. അവൻ നല്ലൊരു ഒന്നാന്തരം ട്രിക്ക് കാണിക്കുകയാണ്. ആ ട്രിക്കിൽ ഇവർ പെട്ടുപോകുന്നുണ്ട്. അതായത് ഹുവായി നൈസ് ആയിട്ട് തന്നെ അവന്റെ കാർ കൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. പെട്ടെന്ന് റൈഡറും ബാക്കിയുള്ള എല്ലാവരും അവരുടെ ആ ഒരു കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട്, ഡാ ചെറുക്കാ, ഞാൻ പഠിപ്പിച്ചെന്ന ട്രിക്ക് നീ എന്റെ മേത്ത് തന്നെ ഉപയോഗിച്ചല്ലേ, നിന്നെ പിന്നെ എടുത്തോളം കയ്യിൽ കിട്ടുമെന്ന് തന്നെ ഇപ്പൊ ഇവരെല്ലാവരും പറയാണ്. അതായത് അവനെ കയ്യിൽ കിട്ടിയാൽ ഇത്രയും നാൾ ഇവരെല്ലാവരും വളർത്തിയ മോനാണെന്നൊന്നും ഇവര് നോക്കില്ല, ഉറപ്പായിട്ടും കൊന്നുകളയും. ഇതേ സമയത്ത് തന്നെ ഡേ ബ്രേക്കേഴ്സ് ഇവരുടെ പിന്നാലെ തന്നെ നമ്മുടെ പോലീസുകാരൻ ഡാനി ഉണ്ടല്ലോ. ഡാനിക്ക് എന്തൊക്കെയോ ചില സംശയങ്ങൾ തോന്നിയിട്ട് ഡേ ബ്രേക്കേഴ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഫയൽസ്, വീഡിയോ കാസറ്റും കാര്യങ്ങളും സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. അപ്പൊ കുറച്ചു കാലം പഴക്കമുള്ള ഒരു കാസറ്റ് ഇവനെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അതിലൊരു കുട്ടിയെ ഇവർ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ട്. അവന്റെ ആ ഒരു വീഡിയോ ഇവർ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അവന്റെ ആ ഒരു തല മറക്കുന്നതും അവനെ പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നതും എല്ലാ കാര്യങ്ങളും. എന്നാൽ ആ ഒരു കുട്ടിയുടെ അച്ഛന്റെ കയ്യിൽ നിന്നും കാശ് മേടിക്കാനായിട്ട് അവർക്ക് പറ്റിയിട്ടില്ല. ആ അച്ഛൻ മറ്റാരുമല്ല, നമ്മുടെ അങ്കിള് തന്നെയാണ്. ഇപ്പൊ മരിച്ചുപോയ ആ ഒരു അങ്കിളിനാണെങ്കിൽ കുട്ടിയും കിട്ടിയിട്ടില്ല. അപ്പൊ മിക്കവാറും ആ ഒരു കുട്ടി അവരുടെ അടുത്ത് തന്നെ ഉണ്ടാവില്ലേ? ഈ ആന്റി പറഞ്ഞതുപോലെ അവരുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടാവുന്ന ആ ഒരു ചെറുക്കൻ അത് ഈ പയ്യനായിരിക്കുമോ എന്നിപ്പോ ഡാനിക്ക് തോന്നുകയാണ്. എന്തായാലും ഡാനിയുടെ തോന്നൽ അത് 100% സത്യമാണോ അല്ലയോ എന്ന് അവനറിയില്ല. എന്നാൽ നമുക്കറിയാം അവന്റെ തോന്നലുകൾ അത് 100% സത്യമാണെന്നുള്ളത്. ഇതേ സമയം മറ്റൊരു ഭാഗത്ത് ഒളിച്ചിരുന്നുകൊണ്ട് ഹുവായി അവന്റെ അച്ഛൻ, അതായത് ബോസിനെ വിളിക്കുകയാണ്. ഇത്രയും നാൾ എന്നെ നിങ്ങൾ എല്ലാവരും കൂടെ ചതിക്കുകയായിരുന്നില്ലേ, എന്റെ ജീവിതം നശിപ്പിച്ചില്ലേ, എന്റെ അച്ഛനെ എന്റെ കൈകൊണ്ട് തന്നെ കൊല്ലിപ്പിച്ചില്ലേ, എന്റെ അമ്മയെ കഷ്ടപ്പെടുത്തിയില്ലേ, എല്ലാത്തിനും നമുക്കൊരു തീരുമാനം ഉണ്ടാക്കണം. നാളെ തന്നെ നീയും നിന്റെ കൂട്ടാളികളും ഞാൻ പറയുന്ന ഒരു ലൊക്കേഷനിലേക്ക് വന്നാൽ മതി, ഞാൻ അവിടെ ഉണ്ടാവും എന്ന് പറയണം. എല്ലാം എവിടെ നിന്നാണോ തുടങ്ങിയത് അതേ സിമെന്റ് ഫാക്ടറിയിലേക്ക് തന്നെ. അവിടെ വെച്ചാണ് ഹുവായെ ഇവരെല്ലാവരും തട്ടിക്കൊണ്ടുപോയത്. അങ്ങനെ അതേ ഗോഡൌണിൽ തന്നെ ഇപ്പൊ നിലവിൽ നമ്മുടെ ഹുവായി ഉണ്ട് കേട്ടോ. അവൻ അവിടെ ഒറ്റക്ക് അങ്ങനെ ഇരിക്കുകയാണ്. ഇതേ സമയത്ത് അവന്റെ മുന്നിലേക്ക് അവൻ എപ്പോഴും ഭയക്കാറുള്ള ആ ഒരു മൃഗം ഉണ്ടല്ലോ, അത് വന്നങ്ങ് നിൽക്കുകയാണ് ഒരു കൊടൂരമായ രൂപത്തിൽ. എന്നാൽ ഇത്തവണ നമ്മുടെ ഹുവായി പേടിക്കുന്നില്ല. അതിന്റെ കണ്ണിലേക്ക് തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. നോക്കി ആ രൂപത്തിനോടുള്ള അവന്റെ പേടി അങ്ങോട്ട് പോവുകയാണ്. മാത്രമല്ല ആ വായുവിൽ അവന്റെ ആ ഒരു ഭയം, ആ ഒരു ജീവി പതിയെ അലിഞ്ഞില്ലാതാവുകയാണ്. ഇനി മുതൽ അവന്റെ മുന്നിലേക്ക് ഈ രൂപം വരില്ല. കാരണം ഈ ജീവിയേക്കാൾ വലിയൊരു മോൺസ്റ്റർ ആയിട്ട് ഈ ഹുവായി മാറാൻ വേണ്ടി പോവാണ്. ഇതിനുശേഷം ഹുവായി വിളിക്കുന്നത് അവന്റെ അച്ഛനെയും അമ്മയും, അതായത് ആന്റി, അങ്കിൾ രണ്ടുപേരെയും കൊല്ലാൻ ഏൽപ്പിച്ച ഒരു ബിസിനസ്സുകാരുണ്ടല്ലോ അയാളെയാണ്. എന്തിനാണ് ആ ബിസിനസ്സുകാരനെ വിളിക്കുന്നത്? അതായത് ബിസിനസ്സുകാരൻ കൊല്ലാൻ നോക്കുന്ന ആ ആന്റി അവരിപ്പോഴും ജീവനോടെ ഇല്ലേ, അവരെ വേണമെങ്കിൽ നാളെ ഇതുപോലെ ആ ഒരു സിമെന്റ് ഫാക്ടറിയിലേക്ക് വരാൻ വേണ്ടി പറയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി ബോസും റൈഡറും പാർക്കും ലീയും ഇവർ 4 പേരും കൂടിയിട്ട് സിമെന്റ് ഫാക്ടറിയിലേക്ക് വരികയാണ്. എന്നാൽ ലിയോട് പറയാണ്, നീ പുറത്തു നിന്നോ, ഞങ്ങൾ 3 പേര് ഉള്ളിലേക്ക് പോയിക്കോളാം. എന്നാൽ ഇവർ ഉള്ളിലേക്ക് വന്ന് നോക്കുമ്പോൾ ദാണ്ട് കിടക്കുന്ന അടുത്ത ടിസ്റ്റ്, അവിടെ നിൽക്കുന്ന ഈ ബിസിനസ്സുകാരന്റെ കില്ലറായിട്ടുള്ള അയാളുടെ റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള കില്ലറും അയാളുടെ കുറച്ച് ടീംസും. ഈ ബോസിനെയും അവന്റെ കൂടെ വന്ന ആൾക്കാരെയും കണ്ടപ്പോൾ കില്ലറും അവന്റെ ആൾക്കാരും വിചാരിക്കുകയാണ് ഇന്നലെ രാത്രി ആ ഒരു ബിസിനസ്മാൻ, അതായത് ഈ കില്ലറിന്റെ ബോസിനെ വിളിച്ചിട്ട് ആന്റിയെ തരാന്നൊരു ടീം പറഞ്ഞല്ലോ, ആ ടീമായിരിക്കും ഈ ബോസും റൈഡറും പാർക്കും ഈ വന്നിരിക്കുന്ന ഈ 3 പേര്. എന്തായാലും ഇവരിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഡാനി ഉണ്ടല്ലോ പോലീസുകാരൻ, എങ്ങനെയൊക്കെയോ ഒരുപാട് ആശുപത്രിയിൽ കയറി ഇറങ്ങി അവസാനം നമ്മുടെ ആന്റി, അതായത് ഹുവായുടെ അമ്മയെ അഡ്മിറ്റ് ചെയ്ത ആ ഒരു ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട്. അവിടെ വെച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് ഈ ആന്റിയെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്
ചെയ്തിരിക്കുന്നത് എമ എന്ന പെൺകുട്ടിയാണ്. അവളുടെ ആന്റി എന്ന പേരിലാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഈ ആന്റിയുടെ അടുത്തേക്ക് വന്നിട്ട് പോലീസുകാർ കാര്യങ്ങൾ അന്വേഷിക്കുന്ന കാര്യം ഇങ്ങോട്ടേക്ക് ഭക്ഷണവുമായിട്ട് വരുന്ന എമ കാണുകയാണ്. അവൾ വേഗം തന്നെ നൈസായിട്ട് മുങ്ങുന്നുണ്ട്. ഇപ്പൊ അവർ ഗോഡൌണിലേക്ക് നോക്കുകയാണെങ്കിൽ ബോസിനോട് ആ ബിസിനസ്സുകാരനുണ്ടല്ലോ അയാളുടെ കില്ലർ ചോദിക്കുകയാണ്, ആന്റി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വേഗം തന്നെ ഞങ്ങൾക്ക് കൈമാറിക്കുമെന്ന്. കൂടുതലായിട്ട് ഒരു പ്രശ്നവും വേണ്ടെന്ന് പറയണം. എന്നാൽ ബോസിനും അവന്റെ ആൾക്കാർക്കും ഏത് ആന്റി ഞങ്ങൾ എവിടെ നിന്ന് എടുത്തു തരാനാ എന്ന ഒരു ഭാവത്തിൽ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ബുള്ളറ്റ് വന്നിട്ട് ഈ കില്ലർ ഉണ്ടല്ലോ ഇയാളുടെ കൂട്ടത്തിൽ ഒരാളുടെ കയ്യിലേക്ക് കയറുകയാണ്. കൈ തന്നെ അറ്റുപോകുന്നുണ്ട്. ആ വെടിവെച്ചത് മറ്റാരുമല്ല നമ്മുടെ ഹുവായായിരുന്നു. കുറച്ചകലെ നിന്ന് ഹൈറ്റിൽ ഇരുന്നുകൊണ്ട് അവന്റെ സ്നൈപ്പർ ഉപയോഗിച്ചാണ് ഈ പരിപാടി ഒപ്പിച്ചത്. ഇങ്ങനൊരു സംഭവം ഇവിടെ നടന്നു കഴിഞ്ഞാൽ കില്ലറും അവന്റെ ആൾക്കാരും എന്താ വിചാരിക്കുക, ഇപ്പൊ വന്നിരിക്കുന്ന ഈ ബോസ്, റൈഡർ, പാർക്ക് ഇവര് 3 പേരും കൂടിയിട്ട് ഇവരെ തീർക്കാനുള്ള എന്തോ ഒരു പദ്ധതിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ പറയണ്ടല്ലോ, ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് തുടങ്ങുകയാണ്. ചോരക്കളി എന്ന് വെച്ചാൽ അമ്മാതിരി ചോരക്കളിയാണ്. ഈ ഫൈറ്റിനൊടുവിൽ ബാക്കിയായത് ഈ ബോസ് മാത്രമാണ്. ഫൈറ്റിനിടയിൽ റൈഡറും മരിക്കുന്നുണ്ട്, പാർക്കും മരണപ്പെടുന്നുണ്ട്. അവസാനം ബാക്കി വന്ന ഈ കില്ലറിനെ ബോസ് ആയിട്ട് തന്നെ കൊന്നുകളയാണ്. അങ്ങനെ ചത്ത് കിടക്കുന്ന ഈ കില്ലറുടെ കയ്യിലുണ്ടായിരുന്ന ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട്. വിളിച്ചത് മറ്റാരുമല്ല, ഇത്രയും നാള് ഇവർക്ക് രഹസ്യ സന്ദേശം കൊടുത്ത പോലീസ് ചീഫ് ഉണ്ടല്ലോ അയാള് തന്നെ. ബോസ് ഇപ്പൊ ആ ഒരു കോള് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അറ്റൻഡ് ചെയ്ത ഉടനെ തന്നെ പോലീസ് ചീഫ് പറയണം, ടാ നീ പറഞ്ഞതുപോലെ ആ ആന്റിയെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഈ ആശുപത്രിയിലുള്ളത് വന്നിട്ട് പരിപാടി തീർത്തിട്ട് പോയിക്കുമെന്ന് പറയണം. എന്നാൽ ആ കില്ലർ ഓൾറെഡി ചത്ത് കഴിഞ്ഞു. ഇവൻ പറയുന്ന ഈ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പൊ കേൾക്കുന്നത് ആരാ? നമ്മുടെ ബോസ്. ഇത്രയും കാലം ഞങ്ങൾക്ക് വിവരം തന്നിട്ട് ഇപ്പൊ എന്താ കളം മാറ്റി ചവിട്ടുകയാണോ? കിട്ടട്ടെ, അവസരം കിട്ടുമ്പോൾ പണി കൊടുക്കാന്ന് ബോസ് മനസ്സിൽ വിചാരിക്കുകയാണ്. എന്തായാലും ആന്റി അവരിപ്പോ ഏത് ഹോസ്പിറ്റലാണ് ഈ ബോസിന് മനസ്സിലായില്ലേ. അതുകൊണ്ട് തന്നെ ബോസ് നേരെ ഇനി എങ്ങോട്ടാ പോവുക? ആ ആന്റിയുടെ അടുത്തേക്കായിരിക്കും. കാരണം ഹുവായെ ബ്ലാക്ക് മെയിൽ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഈ ഹുവായുടെ ബലഹീനത എന്ന് പറഞ്ഞാൽ അത് അവന്റെ അമ്മയായിട്ടുള്ള ആന്റി തന്നെയാണല്ലോ. അടുത്ത സീനിൽ ഹുവായെ കാണിക്കുകയാണ്. ഹുവായി മുകളിൽ ഇരുന്നു കൊണ്ടാണല്ലോ സ്നൈപ്പർ വെച്ച് ഇമാതിരി പരിപാടിയൊക്കെ കാണിക്കുന്നത്. ഈ കാര്യം ആര് കണ്ടുപിടിക്കാണ്? ലീ കണ്ടുപിടിക്കാണ്. കാരണം അവൻ ആ ഒരു ഗോഡൌണിന്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല, അവൻ പുറത്തു തന്നെയായിരുന്നല്ലോ. എന്തായാലും മുകളിലേക്ക് കയറി ചെന്ന് ഇപ്പൊ ഹുവായുടെ കയ്യിൽ നിന്നും ആ ഒരു ഗണ്ണ് മേടിക്കാൻ നോക്കുകയാണ്. നീ എന്താടാ ഈ ചെയ്യുന്നത്? ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഈ സമയത്ത് നമ്മുടെ ഹുവായി പറയാണ്, നീ വായി തുറന്നു പോരുത്, നീ കൂടെ അറിഞ്ഞിട്ടാണല്ലോ എന്റെ അച്ഛനും അമ്മയോടും ഇങ്ങനെയൊക്കെ ചെയ്തത്. എന്റെ ലൈഫ് ഈ രീതിയിലാവാൻ കാരണക്കാര് തന്നെ നിങ്ങളല്ലേ, അതിൽപ്പെട്ട ഒരാളല്ലേ നീ മിണ്ടി പോകരുത് എന്ന്. ഈ ലീ ആണെങ്കിൽ ആകെ തകർന്നു പോവാണ്. ഹുവായോട് ഏറ്റവും കൂടുതൽ ഇവരുടെ കൂട്ടത്തിൽ സ്നേഹം ഉണ്ടായിരുന്നത് ഈ ലീക്കാണ്. ലീ ആണ് ശരിക്കും അവനെ ഒരു അച്ഛനെ പോലെ തന്നെ നോക്കിയത്, കെയർ ചെയ്തിട്ട്. ബേസിക്കലി ഈ ലീ ഒരു പാവമായിരുന്നു കേട്ടോ. അവനാകെ തകർന്നു പോകുന്നുണ്ട്. ഇതേ സമയത്ത് ഹുവായി കൊല്ലണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല, ലീയെ ഒന്ന് തള്ളുന്നുണ്ട്. അവൻ നേരെ താഴേക്ക് വീഴാണ്. എന്നാൽ ഒരു വിധത്തിൽ ഹുവായുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഗണ്ണില്, അതായത് സ്നൈപ്പറുടെ ആ ഒരു വള്ളിയിൽ പിടുത്തം കിട്ടുകയാണ് കേട്ടോ. ശരിക്കിപ്പോ ലീയുടെ ഉള്ളിൽ അല്ലെങ്കിൽ അവന്റെ ആ ഒരു മുഖത്ത് മരണഭയം വന്നിട്ടുണ്ട്. പിടി വിട്ട് കഴിഞ്ഞാൽ അത്രയും താഴേക്ക് വീഴും, മരിക്കുകയും ചെയ്യും. എന്നാൽ ഹുവായിക്ക് എല്ലാ സത്യങ്ങളും അറിയാമായിരുന്നെങ്കിലും ഈ ലീയോട് അവനൊരു പ്രത്യേക ഇഷ്ടം ഉണ്ടായിരുന്നു. ഈ കൂട്ടത്തിൽ ലീയാണ് അവനെ നന്നായിട്ട് നോക്കിയത്. ഒരു യഥാർത്ഥ സ്നേഹം അത് ലീയുടെ ഉള്ളിലുണ്ട്. അത് ഈ ഹുവായിക്ക് നന്നായിട്ട് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ താഴേക്ക് വീഴാൻ നിൽക്കുന്ന ലീയെ പരമാവധി വലിച്ചു കയറ്റാനായിട്ട് ഹുവായി നോക്കുന്നുണ്ട്. എന്നാൽ ലീക്ക് ഒരു കാര്യം മനസ്സിലായി, ഹുവായി ഇതുപോലെ ആ ഒരു ഗണ്ണ് ഹോൾഡ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് താഴേക്ക് വീഴുമെന്ന്. അതുകൊണ്ട് ലീ എന്ത് ചെയ്തു? അവന്റെ കൈ അങ്ങോട്ട് വിട്ടുകളയാണ്. ബാക്കിയുള്ള 4 പേരെ അപേക്ഷിച്ച് ലീ ആണ് ആ കൂട്ടത്തിലെ ഏറ്റവും വ്യത്യസ്തൻ. എല്ലാവരും നമ്മുടെ ഹുവായെ കൊല്ലാൻ നോക്കിയതെങ്കിൽ ലീ ആണെങ്കിൽ അവന്റെ ജീവൻ കൊടുത്ത് ഹുവായെ രക്ഷപ്പെടുത്തുകയാണ്. ഇതേ സമയത്ത് താഴെ നിന്നുകൊണ്ട് ബോസ് ഈ ഒരു കാര്യം കാണുകയാണ്. ഈ ടീമിൽ ഇനി ആകെ ബാക്കിയുള്ളത് ഈ ബോസ് മാത്രമാണ്. എന്നാൽ മുകളിൽ നിൽക്കുന്ന ഹുവായെ ബോസ് കണ്ടെങ്കിലും അവന്റെ അടുത്തേക്ക് ബോസ് പോകുന്നില്ല. പകരം വളരെ സിമ്പിൾ ആയിട്ട് അവിടുന്ന് തിരിഞ്ഞ് മറ്റൊരു ഭാഗത്തേക്ക് നടക്കുകയാണ്. ഇയാൾ എന്തെങ്ങനെ പോയത്? എന്നെ കൊല്ലാൻ എന്താ വരാതിരുന്നത് എന്നിങ്ങനെ ഹുവായി ആലോചിച്ച് നിൽക്കുന്ന ആ ഒരു സമയത്താണ് അവന് കോള് വരുന്നത്. വിളിക്കുന്നത് എമയാണ്. അവൾ ആശുപത്രിയിൽ നടന്ന എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഹുവായിയോട് പറയുന്നുണ്ട്. അതായത് അവന്റെ അമ്മ ആശുപത്രിയിൽ ഉണ്ട് എന്നുള്ള കാര്യം പോലീസുകാർ മനസ്സിലാക്കിയിട്ടുണ്ട്. അവരുടെ കൂട്ടത്തിൽ തന്നെ ഏതോ ഒരു ചാരനുണ്ട്. അധികം വൈകാതെ ബോസ് അത് അറിഞ്ഞിട്ടുണ്ടാവും. ഹുവായിക്ക് കാര്യം മനസ്സിലായി, എന്തുകൊണ്ടാണ് ഹുവായെ കൊല്ലാതെ സിമ്പിൾ ആയിട്ട് ബോസ് ഇവിടുന്ന് പോയതെന്ന്. അതായത് അവന്റെ അമ്മയെ കൊല്ലാനായിട്ട് ആശുപത്രിയിലേക്ക് പോയിരിക്കുകയാണ്. ഇപ്പൊ എമയാണെങ്കിൽ ഫോണ് ബാത്റൂമിൽ കയറിയിട്ടാണ് ഇതുപോലെ വിളിക്കുന്നത് കേട്ടോ. ഇപ്പൊ പോലീസിന്റെ ഒരു ചീഫ് ഉണ്ടല്ലോ എമയെ കാണുകയാണ്. അവളെ കൈയോടെ പൊക്കി ഇയാളുടെ കാറിൽ കൊണ്ടിടുന്നുണ്ട്. ഇതേ സമയം ഡാനിയെ നോക്കുകയാണെങ്കിൽ അവന്റെ ജീവിതം തന്നെ ഡേ ബ്രേക്കേഴ്സ് അവര് പിടിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ. അവൻ തേടി അവസാനം അവന്മാരുടെ ആ ഒരു ഗോഡൌണിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ നിലവിൽ ഇപ്പൊ അവിടെ ആരുമില്ല, നമ്മുടെ ജീവൻ മാത്രമേ ഉള്ളൂ. ഗോഡൌണിലേക്ക് വന്ന സമയത്ത് ഡാനിക്ക് ഒരു ഫോട്ടോ കിട്ടുന്നുണ്ട്. അതായത് ഹുവായുടെ ആ ഒരു ചെറിയ പ്രായത്തിലെ ഫോട്ടോ ഉണ്ടല്ലോ, അത് തന്നെ ആ വീഡിയോ കാസറ്റിലും കണ്ട അതേ ഫോട്ടോ അല്ലെങ്കിൽ അതേ കുട്ടി. ഈ കാര്യങ്ങൾ ജീവനോട് ചോദിക്കുന്നുണ്ട്. ചെറുപ്പത്തിൽ നിങ്ങൾ തട്ടിക്കൊണ്ടുവന്ന ആ ഒരു കുട്ടിയല്ലേ ഇത്? എന്നാൽ ജീവൻ പ്രത്യേകിച്ചൊന്നും ഇയാളോട് പറയുന്നില്ല. ഇപ്പൊ ഡാനി മറ്റൊരു കാര്യം പറയാണ്. അന്ന് അങ്കിളുടെ കൊലപാതകം നടക്കുന്ന സമയത്ത് അവിടെ തന്നെ ഈ ചെറുക്കനും ഉണ്ടായിരുന്നു, അതായത് ഹുവായി. സത്യമല്ലേ? പിന്നെ വേറൊരു കാര്യം അറിയോ? ആ അങ്കിള് അത് ആരായിരുന്നു എന്ന്? നിങ്ങൾ 6 പേരും, അതായത് ബോസ്, സ്പൈക്ക്, റൈഡർ, പാർക്ക്, ലീ, ഇവർ 5 പേരും പിന്നെ നമ്മുടെ ഈ ജീവനും, ഈ 6 പേരും ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നത് ഒരു ഓർഫനേജിലാണ്. ആ ഓർഫനേജ് അന്ന് നോക്കിയിരുന്നത്, ഈ പിള്ളേരെല്ലാവരെയും നോക്കിയിരുന്നത് അത് മറ്റാരും ആയിരുന്നില്ല, ഇവരിപ്പോ കൊന്നുകളഞ്ഞ ആ അങ്കിൾ ഉണ്ടല്ലോ, ആ അങ്കിൾ തന്നെയാണ്. ഈ വിവരം കേട്ട സമയത്ത് ജീവൻ തലയിൽ കൈവച്ച് കരഞ്ഞു പോവാണ്. കാരണം ഇത് അവൾക്ക് വല്ലാത്തൊരു ഷോക്കിംഗ് ആയിരുന്നു. അതായത് ഓർഫനേജിലെ ആ അങ്കിളുമായിട്ട് അവൾക്ക് വല്ലാത്തൊരു റിലേഷൻ ഉണ്ടായിരുന്നു. ആ മനുഷ്യന്റെ മകനാണല്ലോ
ഉണ്ടല്ലോ ഹുവായി, ആ ഹുവായെ കൊണ്ട് തന്നെ ആ മനുഷ്യനെ കൊല്ലിച്ചു കളഞ്ഞല്ലോ. കണ്ണ് കലങ്ങിയിട്ട് ഒരു വല്ലാത്ത ഷോക്കിൽ തന്നെ ഇപ്പൊ ജീവൻ അവിടെ ഇരിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ആന്റി ഇപ്പൊ ആശുപത്രിയിലാണല്ലോ. ആ ആശുപത്രി ഏതാണെന്ന് മനസ്സിലായല്ലോ. പോലീസ് ചീഫ് തന്നെ ഈ ഒരു കാര്യം വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞത് കില്ലറോടാണ്, എന്നാൽ കേട്ടത് ബോസാണ്. ആ ബോസ് ഇപ്പൊ ആശുപത്രിയിലേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ അതിന്റെ ആ ഒരു കാർ പാർക്കിങ്ങിൽ പോലീസ് ചീഫിനെ ഇപ്പൊ ഈ ഒരു ബോസ് കാണുന്നുണ്ട്. ആ കാറിൽ തന്നെ നമ്മുടെ എമയും പിടിച്ചുകൊണ്ടുവന്നിട്ട് ഇട്ടിട്ടുണ്ടല്ലോ ഈ ഒരു പോലീസ് ചീഫ്. ഈ ഒരു ചീഫ് ഉണ്ടല്ലോ, ഇയാളെ നോക്കിയിട്ട് ബോസ് പറയണേ, ഇത്രയും നാൾ നീ ഞങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്തു, ഇപ്പൊ മറ്റൊരാൾക്ക് വേണ്ടി ജോലി ചെയ്യുകയാണെങ്കിൽ അതിനർത്ഥം ഞങ്ങൾക്കിട്ട് ഇനി നീ പണിയൊന്നല്ലേ, അതുകൊണ്ട് നീ ഇനി ജീവനോടെ വേണ്ടതെന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ച് തന്നെ അവനെ വെടിവെച്ച് കൊന്നുകളയാണ്. ആ രക്തം ഇപ്പോൾ കാറിലുണ്ടായിരുന്ന എമയുടെ മുഖത്താവുകയാണ്. എന്നാൽ ആരാണ് ഈ എമ? എമക്കും ഹുവായുമായിട്ടൊരു ബന്ധമുണ്ട് എന്നുള്ള കാര്യമൊന്നും ബോസിന് അറിയില്ലല്ലോ. അങ്ങനെ എങ്ങാനും അറിഞ്ഞിരുന്നെങ്കിൽ എമയും അവിടെ വെച്ച് കൊന്നേനെ. എന്തായാലും നല്ല ഭാഗ്യമുള്ള പെൺകുട്ടിയാണ്, അവൾ അവിടെ വെച്ച് രക്ഷപ്പെട്ടു. ഇതിനുശേഷം ഈ ഒരു ബോസ് നേരെ ചെല്ലുന്നത് നമ്മുടെ ഹുവായുടെ അമ്മ കിടക്കുന്ന ആ റൂം ഉണ്ടല്ലോ അങ്ങോട്ടേക്കാണ്. അവിടെ വെച്ച് മുഖമൊക്കെ ഒന്ന് കഴുകി ഒന്ന് ഫ്രഷ് ആവുകയാണ് ഈ ഒരു ബോസ്. ഇതേ സമയത്ത് തന്നെ ബോധമില്ലാതെ കിടന്നിരുന്ന ഹുവായുടെ അമ്മ കണ്ണു തുറക്കാണ്. ഓ, നിങ്ങൾ എഴുന്നേറ്റോ? എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. 14 വർഷങ്ങൾക്ക് മുന്നേ നിങ്ങളുടെ ഒരു കൊച്ചിനെ ആരോ തട്ടിക്കൊണ്ടുപോയിരുന്നല്ലേ? ആ കൊണ്ടുപോയത് മറ്റാരുമല്ല, അത് ഞാൻ തന്നെയാണ്. ഈ കഴിഞ്ഞ 14 വർഷമായിട്ട് അവൻ എന്റെ കീഴിലായിരുന്നു. എന്റെ മകനെ പോലെ ഞാൻ അവനെ വളർത്തി. അവന് ചെറിയൊരു പ്രശ്നമുണ്ട്. ഇരുട്ടത്ത് ജീവികളൊക്കെ കാണുന്ന എന്തോ ഭൂതങ്ങളൊക്കെ വരും എന്നൊക്കെ ഒരു തോന്നൽ അവനുണ്ട്. അവനുണ്ടായിരുന്ന അതേ പ്രശ്നം തന്നെ ചെറിയ പ്രായത്തിൽ എനിക്കും ഉണ്ടായിരുന്നു. ഞാൻ വളർന്നത് ഒരു ഓർഫനേജിലാണ്. ചെറിയ പ്രായത്തിൽ ഇരുട്ടായിരിക്കുന്ന സമയത്ത് ഇതുപോലെ പല രൂപങ്ങളും എന്റെ മുന്നിലേക്ക് വരും. എനിക്ക് വല്ലാത്ത പേടിയായിരുന്നു. എനിക്ക് അതിൽ നിന്നും അതിജീവിക്കാനേ പറ്റിയില്ല. ആ സമയത്ത് ഓർഫനേജിൽ ഉണ്ടായിരുന്ന അവിടുത്തെ വാർഡനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. ആ വാർഡൻ അത് മറ്റാരും ആയിരുന്നില്ല, നിങ്ങളുടെ ഹസ്ബൻഡ് ഉണ്ടല്ലോ ആ അങ്കിള് തന്നെയായിരുന്നു. എന്നാൽ അങ്കിള് എന്നോട് പറഞ്ഞത്, നീ ദൈവത്തിനോട് ഒരുപാട് പ്രാർത്ഥിക്കുക, മനസ്സിന് നല്ല ബലം കൊടുക്കുക, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളായിരുന്നു. ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. എന്നിട്ടും ആ ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്നെ കൊണ്ട് പറ്റിയില്ല. വീണ്ടും വീണ്ടും ആ ഒരു രൂപത്തെ ഞാൻ കാണാൻ തുടങ്ങി. ഇതിനുശേഷം എന്റെ ഉള്ളിൽ വല്ലാത്തൊരു ദേഷ്യമായിരുന്നു. അതുപോലെ ഓർഫനേജിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. എനിക്ക് അവളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നാൽ ആ പെൺകുട്ടിക്കാണെങ്കിലോ എന്നോട് തീരെ ഇഷ്ടം ഉണ്ടായിരുന്നില്ല. നിങ്ങളുടെ ഭർത്താവ്, അയാളോടായിരുന്നു ആ ഒരു പെൺകുട്ടിക്ക് കൂടുതൽ അറ്റാച്ച്മെന്റ്. ഞാൻ എത്രയൊക്കെ സംസാരിച്ചിട്ടും അവൾ എന്നെ മൈൻഡാക്കിയതേ ഇല്ല. ഒരു ദിവസം അവസരം കിട്ടിയപ്പോൾ അവളെ ഞാനൊരു പഴയ ഗോഡൌണിലേക്ക് വലിച്ചുകൊണ്ടുപോയി. അവൾ ക്രൂരമായിട്ട് ഉപദ്രവിച്ചു, റേപ്പ് ചെയ്തു. ആ സമയത്ത് അവളെ രക്ഷപ്പെടുത്താനായിട്ട് നിങ്ങളുടെ ഹസ്ബൻഡ് അങ്ങോട്ടേക്ക് വന്നു. എനിക്ക് ദേഷ്യം വന്നു. കയ്യിൽ കിട്ടിയ ആയുധെടുത്ത് അയാളുടെ കാല് ഞാൻ വെട്ടി മുറിച്ചെടുത്തു. അത് തന്നെ, നിങ്ങളുടെ ഭർത്താവിന്റെ കാല് മുറിച്ചത് ഞാൻ തന്നെയാണ്. എന്തായാലും ഇതിനുശേഷം അവരെല്ലാവരും കൂടി എന്നെ ജയിലിലാക്കി. പക്ഷേ വേറൊരു കാര്യം ഉണ്ടായി. ആ ഒരു പെണ്ണിനെ റേപ്പ് ചെയ്തു, നിങ്ങളുടെ ഭർത്താവിന്റെ കാല് വെട്ടി. ഇത് ചെയ്തതിനു ശേഷം ഇന്ന് വരെ ഞാൻ ആ ഒരു മോൺസ്റ്ററെ, ആ രാക്ഷസനെ എന്റെ മുന്നിൽ കണ്ടിട്ടില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി, അതിന് ഇനി കാണാതിരിക്കണമെങ്കിൽ ഞാൻ തന്നെ ഒരു രാക്ഷസനായിട്ട് മാറണമെന്ന്. അധികം വൈകാതെ ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങി. അന്ന് ഇറങ്ങിയ സമയത്ത് എനിക്ക് വേറെ 4 കൂട്ടാളികളെ കിട്ടി. പക്ഷെ ആ സമയത്തും എന്റെ ഉള്ളിൽ അവൾ ഉണ്ടായിരുന്നു കേട്ടോ. അവളങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഓർഫനേജിൽ നിന്നും ഞാൻ അവളെ തട്ടിക്കൊണ്ടുപോയി എന്റെ ഗോഡൌണിൽ വെച്ചു. ഇത്രയും കാലമായിട്ട് അവൾക്ക് അവിടെ നിന്ന് പോകാൻ പറ്റിയിട്ടില്ല. ആ പെൺകുട്ടി അത് മറ്റാരുമല്ല, അത് അവിടെ കിടക്കുന്ന ആ ഒരു ജീവൻ തന്നെയാണ് കേട്ടോ. പിന്നെ എന്നെ ജയിലിലേക്ക് പറഞ്ഞയച്ച ആ ഒരു ദേഷ്യം എനിക്ക് നല്ലോണം നിങ്ങളുടെ ഹസ്ബൻഡിനോട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങളോട് പ്രതികാരം വീട്ടാൻ തന്നെയാണ് നിങ്ങളുടെ മകനെ ഞാൻ തട്ടിക്കൊണ്ടുപോയത്. നല്ലൊരു തുകയും ചോദിച്ചത്. തുക കിട്ടിക്കഴിഞ്ഞാൽ അവനെ തട്ടാനായിരുന്നു ഞങ്ങളുടെ പദ്ധതി. പക്ഷെ എല്ലാം പാളിപ്പോയി. പിന്നീട് എങ്ങനെയൊക്കെയോ പല കാര്യങ്ങളും സംഭവിച്ചു. അവനെ ഞങ്ങളുടെ മകനായിട്ട് തന്നെ ഞങ്ങൾ വളർത്തി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ചെറുപ്പത്തിലുണ്ടായിരുന്ന അതേ പ്രശ്നം തന്നെ അവനും ഉണ്ട്. എന്തോ മൃഗത്തിനെ, രാക്ഷസനെ കാണുന്നത് പോലെ അവൻ എപ്പോഴും തോന്നും. അവൻ എപ്പോഴും വല്ലാത്ത ഭയാണ്. ഒരു കാര്യം മര്യാദക്ക് ചെയ്യൂല. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു. അവൻ ആ ഒരു കാഴ്ച ഇല്ലാതാവണമെങ്കിൽ അവൻ തന്നെ ഒരു രാക്ഷസനായിട്ട് മാറണം. അതുകൊണ്ട് അവന്റെ അച്ഛനെ തന്നെ അവന്റെ കൈ കൊണ്ട് ഞാൻ കൊല്ലിപ്പിച്ചു. അവനും ഒരു രാക്ഷസനായി. ഇപ്പൊ ഇതാ ഇത്രയും കാലം അവനെ നോക്കി വളർത്തിയ എന്നെ കൊല്ലാനായിട്ട് എന്റെ പിറകാലെ എന്നെ വേട്ടയാടി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അവന് സമ്മാനമായിട്ട് ഞാൻ ഒരു കാര്യം കൊടുക്കണ്ടേ? ഞാൻ ഇവിടെ വെച്ച് നിങ്ങളെ കൊല്ലാൻ പോവാണ്. ആ സ്ത്രീയാണെങ്കിൽ കട്ടിൽ കിടന്ന് പേടിച്ച് വിറക്കുകയാണ്. ഒരു ദയയില്ലാതെ ഈ ബോസ് അവിടെ വെച്ച് അവരെ വെടിവെച്ച് കൊന്നുകളയാണ്. അധികം വൈകിയില്ല, നമ്മുടെ ഹുവായി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. വന്ന് ആശുപത്രിയിൽ ആ ഒരു ബെഡിലേക്ക് നോക്കുമ്പോൾ ചോരയിൽ കുളിച്ചു കിടക്കുന്ന അവന്റെ അമ്മയെ കാണുന്നത്. അവിടെ വെച്ച് നിലത്തിരുന്നുകൊണ്ട് ഹുവായി നിലവിളിച്ച് കരയുന്നുണ്ട് കേട്ടോ. ശരിക്കും അവനിപ്പോ ഒരു രാക്ഷസനായിട്ട് മാറുകയാണ്, ഒരു വേട്ട മൃഗമായിട്ട് മാറുന്നുണ്ട്. കാരണം അവന്റെ ഉള്ളിൽ അത്രയും പകയുണ്ട് ബോസിനോട്. ഒരു കാലത്ത് അച്ചാന്ന് വിളിച്ച് അയാളുടെ പിറകാൽ ഒരുപാട് നടന്നതാണ്. എന്നാൽ ഇപ്പൊ അയാളെ കയ്യിൽ കിട്ടിയാൽ അറുത്ത് മുറിക്കാനുള്ള ദേഷ്യം ഇപ്പൊ ഹുവായിക്കുണ്ട്. അടുത്ത സീനിൽ ഈ ബോസിനെ കാണിക്കുകയാണ്. ബോസ് ആണെങ്കിൽ നേരെ ഇയാളുടെ ആ ഒരു ഗോഡൌണിലേക്ക് ചെന്നിട്ടുണ്ട്. ഇനി എന്തായാലും ബോസിനെ തേടി ഹുവായി ഇങ്ങോട്ടേക്ക് വരും. അപ്പൊ ഇവിടെ ഇരുന്നാൽ മതി എന്ന് ഇങ്ങോട്ടേക്ക് വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? ഒരുപാട് രക്തം ആ ഒരു ഫ്ലോറിൽ അങ്ങനെ ആയിക്കെടുക്കുകയാണ്. ആ രക്തം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജീവന്. ഇതെങ്ങനെ ഈ രക്തം ഇവിടെ ആയത്? അതായത് നേരത്തെ വന്ന ഡാനി, ആ പോലീസുകാരനുണ്ടല്ലോ, പല തവണയായിട്ട് നമ്മുടെ ഹുവായി അവനൊരു കൊലപാതകയാണ്, കില്ലറാണെന്ന് പറഞ്ഞ് കേട്ടിരിക്കാൻ ജീവന് പറ്റിയില്ല. കയ്യിൽ കിട്ടി എന്തോ ഒന്നെടുത്ത് ജീവൻ ആ ഒരു പോലീസുകാരന്റെ തലക്കിട്ട് ഒരേറ്റ അടി അടിച്ചു. ആ രക്തമാണ് ഇവിടെ കാണുന്നത്. ഇപ്പൊ ബോസ് വന്നു നോക്കുമ്പോൾ ഈ രക്തവും കാണുന്നുണ്ട്. തൊട്ടപ്പുറത്തെ മുറിയിൽ ഇവരെ തേടി നടന്നിരുന്ന ആ ഒരു പോലീസുകാരൻ ഡാനിയും കാണുകയാണ്. ഇത് കണ്ട സമയത്ത് ഈ ബോസിന് ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഞാൻ വിചാരിച്ചതുപോലെ തന്നെയുള്ള ഒരു പെണ്ണായിട്ട് നീ മാറിയല്ലോ. ചോരയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യേ. പിന്നെ നിന്റെ മകനല്ല, നമ്മുടെ മകൻ ഒരു വേട്ട മൃഗമായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നെ കൊല്ലാനായിട്ട്. എനിക്ക് നല്ല വിശപ്പുണ്ട്. നീ പോയിട്ട് വേഗം ഭക്ഷണം ഉണ്ടാക്കി വെക്ക്. അവൻ വരുമ്പോഴേക്കും ഒന്ന് റെഡി ആയിട്ട് നിൽക്കണം എന്ന്
ഓൾറെഡി ഈ ബോസിനോട് ഭയങ്കര ദേഷ്യത്തില് വൈരാഗ്യത്തിൽ നിൽക്കുകയാണ് ഈ ജിയോന്. ഇത്രയും കാലം അവളെ എവിടെ ഇട്ട് ടോർച്ചർ ചെയ്തത് പോട്ടെ, അവൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ആ ഓർഫനേജിലെ വാർഡന്റെ മകനോട് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്ത് ഈ ബോസിനോട് അവൾക്ക് അത്രയും ദേഷ്യവും പകയുണ്ട്. അവൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇത് കണ്ട് ദേഷ്യം വന്ന ബോസ് വന്നിട്ട് ജിയോനെ അവിടെ ഇട്ട് തല്ലുകയാണ് കേട്ടോ. അടി കൊണ്ട് അവൾ മരിക്കുമെന്ന അവസ്ഥയിലേക്ക് വന്ന സമയത്ത് ഒരു ഗണ്ണുമായിട്ട് ഹുവായ് ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. അതും ഒരു കൊലവെറിയില്. വന്ന വാർഡ് തന്നെ അവൻ ചോദിക്കുന്നത്, അച്ഛാ എന്തിനാണ് 14 വർഷങ്ങൾക്ക് മുന്നേ നിങ്ങൾ എന്നെ തട്ടിക്കൊണ്ടുവന്നത്? എന്റെ കൈ കൊണ്ട് തന്നെയാണ് എന്റെ അച്ഛനെ കൊല്ലിപ്പിച്ചത്, എന്തിനതൊക്കെ ചെയ്യിപ്പിച്ച്? നേരത്തെ ഹുവായുടെ അമ്മയോട് പറഞ്ഞ അതേ മറുപടി തന്നെ ഇവിടെ വെച്ച് ബോസ് പറയാണ്. അതായത് എന്റെ ചെറിയ പ്രായത്തിൽ എനിക്ക് ഇതുപോലെ രൂപങ്ങൾ കണ്ടു, ഞാൻ അതിൽ നിന്നും അതിജീവിച്ചത് ഞാനൊരു രാക്ഷസനായി മാറിയിട്ടാണ്. അതുപോലെ നിനക്കും ഇതുപോലെ ഒരുപാട് രൂപങ്ങളെ കാണുന്നില്ലേ? അതിൽ നിന്ന് നിനക്ക് അതിജീവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നീയും ഒരു രാക്ഷസനായിട്ട് മാറണം. അതിനുവേണ്ടി തന്നെയാണ് നിന്റെ അച്ഛനെ ഞാൻ കൊല്ലിപ്പിച്ചത്. ഒരു പരിധി വരെ അത് സത്യം തന്നെയാണ്. അതായത് സ്വന്തം അച്ഛനെ അവൻ കൊന്നു കഴിഞ്ഞതിന് ശേഷം ഇതുവരെയായിട്ടും ആ ഒരു മോൺസ്റ്ററെ അവന്റെ കൺമുന്നിൽ അവൻ കണ്ടിട്ടില്ല. അതായത് അവന്റെ ഉള്ളിൽ ആ ഒരു ഭയം അവന് എന്താ പറയാ തീരെ ഇല്ലാതാക്കാൻ പറ്റി. ഈ സമയത്താണ് അടി കൊണ്ട് നിലത്ത് കിടന്നിരുന്ന ആ ഒരു ഡാനി അവൻ എഴുന്നേറ്റ് വരുന്നത്. അവൻ മരിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ ഡാനി വന്ന വാർഡിനെ കാണുന്നത് ഹുവായി ആണ്. ഹുവായി ആണല്ലോ ആ ഒരു അങ്കിളിനെ കൊന്നത്. അതെന്തായാലും ഇവന് ഉറപ്പായി. സോ ഇവിടെ വെച്ച് അവനെ ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്ന അതേ സമയത്ത് തന്നെ ഈ ബോസ് ഉണ്ടല്ലോ ഡാനിയെ അവിടെ വെച്ച് തന്നെ വെടി വെച്ച് കൊന്നു കളയുന്നുണ്ട്. കാരണം എന്താ, എന്റെ മകനെ തൊടുന്നോടാ എന്ന് ചോദിച്ചിട്ട്. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ജിയോന് അവളുടെ ഉള്ളിൽ ഒരുപാട് പ്രതികാരം കാര്യങ്ങളുണ്ടായിരുന്നു. ഒരു കത്തി വെച്ച് പിന്നിൽ നിന്ന് ഈ ഒരു ബോസിനെ കൊല്ലാൻ നോക്കുമ്പോഴേക്കും ബോസ് അവളെ പിടിക്കുകയാണ്, അടിച്ച് നിലത്തിടുന്നുണ്ട്. അവളെ പിടിച്ചുകൊണ്ട് ഹുവായി നോക്കിയിട്ട് പറയാണ്, മര്യാദക്ക് നിന്റെ കയ്യിലുള്ള ആ ഒരു ഗണ്ണ് അത് നീ താഴെ ഇട്ടുവന്ന്. ഹുവായി ഗണ്ണ് താഴെ ഇട്ടില്ല. അപ്പൊ തന്നെ ബോസ് ജിയോന്റെ കാലിലേക്ക് ഷൂട്ട് ചെയ്യാണ്. നീ ആയുധം താഴെ വെച്ചിട്ടില്ലെങ്കിൽ ഇവിടെ വെച്ച് നിന്റെ കൺമുന്നിൽ വെച്ച് നിന്റെ അമ്മയെ ഞാൻ വെടിവെച്ച് കൊന്നുകളെന്ന് പറയാണ്. അങ്ങനെ അവസാനം ഹുവായി കീഴടങ്ങാൻ തീരുമാനിക്കുകയാണ്. അവന്റെ അമ്മയോ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല, ഈ വളർത്താമയെങ്കിലും രക്ഷപ്പെടുത്താലെന്ന് കരുതിയിട്ട് അവൻ ആയുധം താഴെ വെക്കുകയാണ്. കുനിഞ്ഞു നിന്നുകൊണ്ട് അവന്റെ അച്ഛനോട് ക്ഷമ ചോദിക്കുകയാണ്, പറ്റിപ്പോയി, എനിക്ക് മാപ്പ് താ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതേ സമയത്ത് സ്നേഹം ഉള്ളിലുണ്ടായിരുന്ന ഈ ബോസ് അവന്റെ അച്ഛൻ തന്നെയാണല്ലോ, അവനെ വളർത്തിയ ആളല്ലേ, വന്നിട്ട് ഇപ്പൊ ഹുവായെ കെട്ടിപ്പിടിക്കുകയാണ്. ബാക്കി 4 പേരും പോയാൽ എനിക്ക് കുഴപ്പമില്ലടാ, എനിക്ക് നീ മാത്രം മതി. ഈ ലോകത്തിൽ നീ ഉണ്ടെങ്കിൽ എനിക്ക് പലതും നേടാൻ കഴിയും. നീ തന്നെയാടാ എന്റെ പൊന്നുമോൻ, നീ ഒരു പുലിക്കുട്ടിയാടാന്നൊക്കെ പറഞ്ഞിട്ട് അവന് ഭയങ്കര സ്നേഹത്തിൽ ഈ ഒരു ബോസ് കെട്ടിപ്പിടിക്കുമ്പോൾ ഹുവായിക്ക് അവന്റെ ഉള്ളിൽ അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ മറക്കാൻ പറ്റുമോ? കയ്യിൽ ചെറിയൊരു ഗണ്ണുണ്ടായിരുന്നു. അത് വെച്ച് ബോസിന്റെ വയറ് നോക്കി തന്നെ ഒരൊറ്റ പൊട്ടിക്കലാണ്. ബോസ് പിറകിലേക്ക് തെറിച്ച് വീഴുന്നുണ്ട്. അയാളുടെ കയ്യിൽ അപ്പോഴും ഒരു ഗണ്ണുണ്ട്. ആ ഗണ്ണ് വെച്ച് ഇവനെ ഷൂട്ട് ചെയ്യാനുള്ള എനർജി ഉണ്ട്. എന്നിട്ടും അവനെ നോക്കിയിട്ട് ഈ ബോസ് ഇപ്പൊ ഷൂട്ട് ചെയ്യുന്നില്ല. അവനെ നോക്കി ഒന്ന് ചിരിക്കുകയാണ്. അവസാനം അവിടെ കിടന്ന് രക്തം വാർന്ന് ഈ ഒരു ബോസ് മരണപ്പെടുകയാണ്. അതായത് മറ്റെല്ലാരെക്കാളും ജിയോനേക്കാളും ലീയേക്കാളും ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ഹുവായെ സ്നേഹിച്ചിരുന്നത് അത് മറ്റാരുമല്ല, ബോസ് തന്നെയായിരുന്നു. ഒരു കാരണവശാലും ബോസ് നമ്മുടെ ഹുവായെ കൊല്ലില്ലായിരുന്നു. അവൻ എങ്ങനെയെങ്കിലും ബോസിന്റെ വഴിക്ക് കൊണ്ടുവരണം, ആ ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. യാദൃശികമായിട്ട് നമ്മുടെ ഹുവായി ബോസിന്റെ കയ്യിലേക്ക് വന്ന് പെട്ടെങ്കിലും ശരിക്കും ഒരു മകനെ പോലെ തന്നെയാണ് ബോസ് അവനെ കണ്ടത്. അത്രയും സ്നേഹം കൊടുത്താണ് അവനെ വളർത്തിയത്. അവനെ ശിക്ഷിച്ചതും പരിശീലിപ്പിച്ചതും എല്ലാം അവനെ ഒരു എന്താ പറയാ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാക്കി മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു. ഈ സംഭവം എല്ലാം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ഹുവായിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്ത ആളാണല്ലോ എമ. അവൾക്കായിട്ട് അവളുടെ സ്കൂളിലേക്ക് ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. അവളുടെ നല്ല അടിപൊളി ഒരു ചിത്രം വരച്ച് അവൾക്ക് അയച്ചു കൊടുത്തിരിക്കുകയാണ്. അവൾക്ക് മനസ്സിലായി ഇത് അയച്ചത് ഹുവായി ആണ്. ഇത് കാണിച്ചുകൊണ്ട് സിനിമ അങ്ങനെ തീർക്കാൻ പറ്റുമോ? ഇതിനെല്ലാത്തിനും കാരണക്കാരനായ ഒരുത്തനുണ്ടല്ലോ, ആ ഒരു ബിസിനസ്മാൻ. അയാളുടെ എന്തോ വലിയൊരു പ്രോപ്പർട്ടിയുടെ ഇനാഗ്രേഷനും കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അയാൾ സ്റ്റേജിൽ നിൽക്കുകയാണ്, എന്തൊക്കെയോ നേടി എന്നുള്ള ഭയങ്കര അഹങ്കാരത്തില് അല്ലെങ്കിൽ ആ ഒരു വലിയ ഹുങ്കില് ഒരുപാട് ആൾക്കാരുടെ ചോരയിൽ ചവിട്ടിയാണ് അയാൾ അവിടെ നിൽക്കുന്നത്. അതേ സ്ഥലത്ത് തന്നെ ഇയാളുടെ ചോരയും തെറിക്കുകയാണ്. നെറ്റിയിലേക്ക് ഒരു ബുള്ളറ്റ് വന്ന് കയറുന്നുണ്ട്. സ്പോട്ടിൽ തീരുകയാണ്. ആരാ വെടിവെച്ചത്? മറ്റാരുമല്ല, നമ്മുടെ ഹുവായി തന്നെ. അവന്റെ അച്ഛനെയും അമ്മയും കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തത് ആരാണ്? ഈ ഒരു ബിസിനസ്മാൻ അല്ലേ. എന്തായാലും സംഭവം എല്ലാം കഴിഞ്ഞു, പരിപാടിയും തീർത്തു. അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു സ്നൈപ്പർ കണ്ട് നല്ല നൈസായിട്ട് ഒരു വയലിൻ ബോക്സിൽ വെച്ചിട്ട് ആൾക്കാരുടെ ഇടയിലൂടെ കൂളായിട്ട് അവൻ നടന്നു പോവാണ്. ഇനി അവനൊരു രാക്ഷസനായിട്ട് മാറൂല, അവനെ മാറ്റാനായിട്ട് ഇനിയിട്ട് ആരും വരാനും പോകുന്നില്ല. ഒരു സാധാരണക്കാരനെ പോലെ തന്നെ നമ്മുടെ ഹുവായി ഇനി ജീവിക്കും. അപ്പൊ ഇത്രയും കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. ഈ കഥ എങ്ങനെയാണ്, നിങ്ങൾക്ക് ഇഷ്ടമായോ? നിങ്ങൾ ത്രില്ലടിപ്പിച്ചോ? ത്രില്ലടിപ്പിച്ചെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് പറയാം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.